بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന സഹൃദയരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്നതാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. മുഖവുര കൂടാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത തന്നെ അത് തെളിവിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. മറ്റു പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആളും അർത്ഥവും ശക്തിയും കുറഞ്ഞ, രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞ, സംഘടനാ സെറ്റപ്പ് കുറഞ്ഞ, പല കുറവുകളുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഭൗതികമായി നോക്കുമ്പോൾ ഈ പ്രസ്ഥാനം. പക്ഷേ ഈ പ്രസ്ഥാനം ഇന്ന് ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതും ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നതും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ശരീരഭംഗി കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ മഹിമ കണ്ടിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ കണ്ടിട്ടോ അല്ല. മറിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ
പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതുപോലെ കൂട്ടാതെ കുറക്കാതെ പറയുന്ന പ്രസ്ഥാനമാണിത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുക മാത്രമല്ല, നിലവിലുള്ള മുസ്ലിം സമുദായമേ നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകണം, തിരിഞ്ഞു നടക്കണം എന്നാവശ്യപ്പെടുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ധാരണകളും അത് എത്രയുണ്ടോ അതൊക്കെ തിരുത്തി അതിനെല്ലാം യഥാർത്ഥ പ്രമാണങ്ങളുടെ പിൻബലമുള്ള ആദർശങ്ങളും വിശ്വാസങ്ങളും പകരം പഠിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം, നമ്മൾ പിന്തുടർന്ന ആദർശം എഴുതി തയ്യാറാക്കിയ ഒരു ആദർശ രേഖയായിരുന്നില്ല. തെളിവ് കിട്ടുന്നതിനനുസരിച്ച് മുൻകാലത്ത് സംഭവിച്ച അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയ ചരിത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിനുള്ളത്. നമുക്കറിയാം, ആദ്യകാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് കേരളത്തിലെ ശാഫിഈ പള്ളികളിൽ പഠിച്ച അശ്അരി തരീഖത്ത് വിശ്വാസരംഗത്തും ശാഫിഈ മദ്ഹബ് കർമ്മശാസ്ത്ര രംഗത്തും പിന്തുടർന്നിരുന്ന പച്ചയായ മുസ്ലിയാക്കന്മാരാണ് പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ആമൂലാഗ്രം പഠിച്ച് കലക്കി കുടിച്ചിട്ടല്ല അവരിങ്ങോട്ട് വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലായി. സുന്നത്തും തൗഹീദും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. അന്ധവിശ്വാസങ്ങളെന്നും അനാചാരങ്ങളെന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളെയൊക്കെ അവലംബിക്കുന്ന പ്രസ്ഥാനമാണ് എന്നവർക്ക് മനസ്സിലായി. എന്നു മാത്രമല്ല, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് പള്ളി ദർസിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും നിലവിൽ മുസ്ലിം സമുദായത്തിൽ ഈ മദ്ഹബിന്റെ ആളുകൾക്കിടയിൽ പോലും കാണപ്പെടുന്നില്ല എന്നവർക്ക് മനസ്സിലായി. മരിച്ചവർക്ക് ഖുർആൻ ഓതി പാർസൽ അയച്ചാൽ അത് മരിച്ച ആൾക്ക് കിട്ടൂല എന്നാണ് ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ മദ്ഹബിലെ പ്രബലമായൊരു വിഭാഗവും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ഷാഫിയാക്കൾ അത് ചെയ്യുന്നു. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനമായി കൊണ്ടുപോകലാണ്. ദിക്ർ കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ ഒന്നുകൊണ്ടും ശബ്ദം ഉയർത്താതെ കൊണ്ടുപോകലാണ് സുന്നത്ത് എന്ന് ദർസിൽ പഠിപ്പിക്കുന്നു. പക്ഷേ ഷാഫി മദ്ഹബിന്റെ അനുയായികൾ അതിനെതിരെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ കിതാബിലുള്ളത് പറയണമെങ്കിൽ മുജാഹിദ് ആവുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പല ആളുകളും കളം മാറ്റി ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ മദ്ഹബീപരമായ വീക്ഷണം വെച്ചു പുലർത്തിയ പലരും ഇതിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ മദ്ഹബി വീക്ഷണങ്ങൾ പലതും പിന്നെയും നിലനിന്നിരുന്നു. ആദ്യകാലത്ത് മുജാഹിദുകൾ തന്നെ അവലംബിച്ചിരുന്ന അമലിയാത്ത് ഫിഖ് എടുത്തു നോക്കിയാൽ അത് ശാഫി മദ്ഹബിലൂടെ പഠിച്ചു വളർന്ന മുസ്ലിയാക്കന്മാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാകും. സുബഹിന്റെ ഖുനൂത്തും അതുപോലെ തന്നെ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒതുമുറിയുമെന്നും തറാവി 23 പഴയകാല അമലിയാത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പറയാറുണ്ട്. നിങ്ങളെ പഴയ അമലിയാത്തിൽ ഇങ്ങനല്ലേ, ഇപ്പൊ നിങ്ങളത് മാറ്റിയില്ലേ, നിങ്ങൾക്കൊരു സ്ഥിരതയില്ലല്ലോ എന്നൊക്കെ പറയും. നമ്മൾ എന്താണ് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു, ആദ്യകാലത്ത് മദ്ഹബ് അനുസരിച്ച് ഞങ്ങൾ ഫിഖ് രചിച്ചു. മദ്ഹബിലെ പല മസ്അലകളും ഹദീസുകൾക്കെതിരാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായപ്പോ ഞങ്ങളത് ഒഴിവാക്കി, ഞങ്ങളതിൽ ഖേദിച്ചു മടങ്ങി. ഏതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഖദീമായ ഖൗലും ജദീദായ ഖൗലും ഉണ്ട്. ഖദീമായ ഖൗല് അദ്ദേഹം ആദ്യം പഠിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളാണ്. പിന്നീട് കൂടുതൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് പല തെളിവുകളും കിട്ടുകയും പഴയ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ പഴയ അഭിപ്രായങ്ങൾ ഒഴിവാക്കി പുതിയ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അതാണ് ഖൗലുൻ ജദീദ്. ഇതുപോലെ ഞങ്ങൾക്കും സംഭവിച്ചു എന്നാണ് നമ്മൾ അന്നൊക്കെ അതിന്റെ മറുപടി കൊടുത്തത്. ഇവിടെ ഇത് തിരുത്തിയപ്പോ നമ്മൾ ഒരിക്കലും തന്നെ ആരെയും പേടിച്ചിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുക, അവന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ പ്രബോധനം ചെയ്യുന്നതിൽ മറ്റാരെയും ഭയപ്പെടാതിരിക്കുക എന്ന തത്വമാണ് അന്നു മുതൽക്ക് ഇന്നോളം നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒന്ന് പറഞ്ഞ് നാളെ വേറൊന്ന് മാറ്റിപ്പറഞ്ഞ് ദീന് കൊണ്ട് കളിക്കുന്നവരാണ് നിങ്ങളെന്ന് എതിരാളികൾ പറയില്ലേ? നിങ്ങൾക്കൊരു അടിയുറപ്പുമില്ലല്ലോ, സ്ഥിരതയില്ലല്ലോ എന്ന്
എതിരാളികൾ ആക്ഷേപിക്കില്ലേ എന്നൊന്നും നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. അറിഞ്ഞ സത്യം മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന്, തെറ്റു തിരുത്തുകയാണ് മാന്യന്മാരുടെ സ്വഭാവമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അത് തിരുത്തിയത്. നിങ്ങൾ നോക്കൂ, അശ്അരിയത്തനുസരിച്ച് പഠിച്ചിരുന്ന നമ്മുടെ മുസ്ലിയാക്കന്മാരൊക്കെ അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ അള്ളാഹു ഫീ കുല്ലി മക്കാൻ, അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ ശങ്കരാചാര്യരുടെ അദ്വൈതവാദത്തിലേക്ക് എത്തുന്ന വാദമാണത്. കല്ലിലും കരളിലും പൂവിലും പൊരുളിലും ദൈവം ഇരിക്കുന്നു എന്ന വാദത്തിലേക്കാണ് അള്ളാഹു എല്ലാ സ്ഥലത്തുണ്ട് എന്ന വാദം എത്തുക. കള്ളുശാപ്പിലും കക്കൂസിലും വേശ്യാലയത്തിലുമൊക്കെ അള്ളാഹു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ആ വാദം തെന്നെത്തുന്നത് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ അയിനല്ലാ എന്ന് ചോദിച്ചാൽ അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ഉപരിലോകത്താണ് എന്ന് പറയാനാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സലഫികൾ ജനങ്ങളെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരടിമപ്പെണ്ണ്, നമ്മൾ ഇന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരി പെണ്ണ്, ആ അടിമപ്പെണ്ണിനെ അദ്ദേഹത്തിന്റെ യജമാനൻ വല്ലാതെ പ്രഹരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഖേദം തോന്നി. അയാൾ റസൂലിന്റെ സഹാബിയാണ്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ അടിമപ്പെണ്ണിനെ വല്ലാതെ പ്രഹരിച്ചു, അപ്പൊ നീ അവളെ കൂട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞു. എന്നിട്ട് അവളോട് റസൂൽ 2 ചോദ്യം ചോദിച്ചു. അയിനല്ലാഹ്, അള്ളാഹു എവിടെ? ആ പെണ്ണ് പറഞ്ഞു, അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ഉപരിലോകത്താണ്. മൻ അന, ഞാൻ ആരാണ്? അന്ത റസൂലുള്ള, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു, ഈ പെണ്ണ് മുഅ്മിനാണ്. യഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, ഇവളെ നീ ഇത്ക്ക് ചെല്ലണം, സ്വതന്ത്രയാക്കി വിടണം, അടിമയായി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നീ അവളെ തച്ചതിനുള്ള പകരം ചെയ്തു കൊടുക്കേണ്ട ഒരു ഉപകാരം എന്നുള്ള നിലക്ക്, പ്രായച്ചിത്തം എന്നുള്ള നിലക്ക് നീ അവളെ മോചിപ്പിക്കണം, അവള് മുഅ്മിനത്താണ്. അപ്പൊ ഈ പെണ്ണ് മുഅ്മിനത്താണ് എന്നതിന് അള്ളാഹുവിന്റെ റസൂല് ഒബ്ജക്റ്റീവ് ടൈപ്പ് 2 ചോദ്യം ചോദിച്ചു. 2നും ആ പെണ്ണിന്റെ ഉത്തരം കൃത്യമായിരുന്നു. കണ്ടോ, ആ ഒരു പെണ്ണിന്റെ അറിവ് പോലും ഇന്നത്തെ ആലിമുൽ അല്ലാമമാർക്കും റഈസുൽ മുഹക്കിക്കീങ്ങൾക്കും ഇല്ല. അയിനല്ലാ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല. ആ ചോദ്യം തന്നെ തെറ്റാണ്. അല്ലാഹ് എവിടെയെന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് സ്ഥലമുണ്ടോ എന്നാ. എന്നാൽ അള്ളാഹുവിന് സ്ഥലം സങ്കല്പിക്കൽ അല്ലാതെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എവിടെയാണ്? ഉപരിലോകത്താണ്. ഖുർആൻ പറഞ്ഞതാണ്, അമിൻതും മൻ ഫിസ്സമാ അൻ യഖ്സിഫ ബികുമുൽ അർള്, ആകാശത്തുള്ളവൻ ഉപരിലോകത്തുള്ളവൻ നിങ്ങൾ ആഴ്ത്തിക്കളയുമെന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച്? അമിൻതും മൻ ഫിസ്സമാ, അപ്പൊ മൻ ഫിസ്സമാ ഉപരിലോകത്തുള്ളവൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുമുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കൂ, എന്നാൽ ആകാശലോകത്തുള്ളവൻ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോട് റഹ്മത്ത് കാണിക്കും. അപ്പൊ ഇതൊരു ചെറിയ വിഷയം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു വലിയ തെറ്റായി തന്നെ പഠിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിൽ അത് തെളിവ് കിട്ടിയാൽ തിരുത്തുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. വ്യക്തികളായ നമ്മളും അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. വ്യക്തികളാകട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ തെളിവ് കിട്ടിയാൽ തിരുത്തുകയും യഥാർത്ഥ തെളിവിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹുവിനെ അല്ലാതെ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. കണ്ടോ, അല്ലാഹുവിന്റെ ദൗത്യം സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അവനെ ഭയപ്പെടുകയും അവനല്ലാത്ത മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ എന്നാണ് ഖുർആൻ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ദൗത്യമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്നിടത്ത് അവനെ മാത്രം ഭയപ്പെടുക, ജനങ്ങളെ പേടിക്കാതിരിക്കുക എന്നത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, പല ആളുകളും അറിഞ്ഞ സത്യത്തിനെതിരിൽ ആ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് സ്വന്തം മനസാക്ഷിക്കെതിരായി പലതും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കറിയാം ഞങ്ങളുടെ നിലപാട് ശരിയല്ല, പക്ഷെ അവർ ജനങ്ങളെ പേടിക്കുന്നു. ജനങ്ങളെ പേടിച്ച് അറിഞ്ഞ സത്യം മൂടിവെച്ച് കാപട്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇമാം തിർമിദിയും ഇബ്നു മാജയും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ലാ യംനഅന്ന റജുലൻ ഹൈബത്തുൻ നാസി അൻ യഖൂല ബിഹഖിൻ ഇദാ അലിമഹു ഔ ഷഹിദഹു ഔ സമിഅഹു. മറ്റൊരു റിവായത്തിൽ അങ്ങനെയാണ്, ഒരാളെ തടയാതിരിക്കട്ടെ ജനങ്ങളെ കുറിച്ചുള്ള പേടി, അൻ യഖൂല ബിഹഖിൻ, ഒരു സത്യം തുറന്നു പറയുന്നതിൽ നിന്ന്,
ഇദാ അലിമഹു ഔ റആഹു, അയാളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അയാളത് കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റൊരു റിവായത്തിൽ അയാളതിന് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അയാളത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ കേട്ടോ അറിഞ്ഞോ സാക്ഷ്യം വഹിച്ചോ മനസ്സിലാക്കിയ ഒരു സത്യം ജനങ്ങളെ പേടിച്ച് മൂടിവെക്കുക എന്നത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇത്ര കൂടിയുണ്ട്: ഫഇന്നഹു ലാ യുഖർരിബു മിൻ അജലിൻ വലാ യുബാഇദു മിൻ റിസ്ഖിൻ അൻ യഖൂല ബിഅഖിൻ ഔ യുദക്കറ ബിഅലീം. അറിഞ്ഞ സത്യം തുറന്നു പറയുന്നത് ഒരിക്കലും തന്നെ നിങ്ങൾ ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങൾക്ക് തടസ്സമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂൽ പറയാണ്, ഫഇന്നഹു ലാ യുഖർരിബു മിൻ അജലിൻ. അങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അവധി അടുത്താവുകയില്ല. നിങ്ങൾ മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും മരിക്കൂല. അള്ളാഹ് നിശ്ചയിച്ച അവധിക്കേ നിങ്ങൾ മരിക്കുള്ളൂ. അതുപോലെ തന്നെ വലാ യുബാഇദു മിൻ റിസ്ഖി, നിശ്ചയിച്ച റിസ്ക് അതുകൊണ്ട് തടയപ്പെടുമെന്ന് വിചാരിക്കേണ്ട. റിസ്ക് അള്ളാഹ് നിശ്ചയിച്ചിട്ട് അത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോ അൻ യഖൂല ബിഹഖ്ഖിൻ ഔ യുദക്കിറ ബിഅലീം, ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് ഉണർത്തുന്നതോ ഒരു സത്യം തുറന്നു പറയുന്നതോ നിങ്ങളുടെ ഉപജീവന മാർഗത്തെ അകറ്റിക്കളയുമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു നിശ്ചയിച്ച അവധി അത് അടുത്താക്കുമെന്നോ, നിങ്ങൾ തട്ടിപ്പോകുമെന്നോ വെട്ടിക്കൊന്നുകളയുമെന്നോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ശൈഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹ 1-ാം വാള്യത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, വഫിൽ ഹദീസി അന്നഹ്യു അൻ കത്മാനിൽ ഹഖി ഖൗഫൻ മിനൻ നാസ്. ജനങ്ങളെ പേടിച്ചുകൊണ്ട് സത്യം മറച്ചു വെക്കുന്നതിന് വിരോധിക്കലാണ് ഈ ഹദീസിലുള്ളത്. ഔ തമഅൻ ഫിൽ മആശ്, ജനങ്ങളെ പേടിച്ചുകൊണ്ട് തന്നെ ഇക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾ കൊതിച്ചുകൊണ്ടുമാവാം. ഫകുല്ലു മൻ കതമഹു മഖാഫത ഇദാഇഹിം ഇയ്യാഹു ബിനൗഇൻ മിൻ അൻവാഇൽ ഇദാഹി. അപ്പോൾ സത്യം മറച്ചു വെക്കുന്ന എല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള പീഡനം ഉപദ്രവം ഭയന്നിട്ട്, കല്ലർബി അടിക്കല്, വശത്തുമി ചീത്ത പറയല്, വഖതഇ റിസ്ഖി അന്നം മുടക്കല് ഭക്ഷണം മുടക്കല്, ഔ മഖാഫത അദ്മി ഇഹ്തിറാമിഹിം ഇയ്യാഹു, അല്ലെങ്കിൽ ആളുകൾ തന്നെ ആദരിക്കാതിരിക്കുമോ ബഹുമാനിക്കാതിരിക്കുമോ എന്ന പേടി, ഇവൻ അഹ്മിദാലിക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഭയന്നിട്ട് സത്യം മറച്ചു വെക്കുന്നവർ അവരെല്ലാം ഫഹുവ ദാഖിലുൻ ഫിന്നഹി, അവരെല്ലാം ഈ ഹദീസിൽ പറഞ്ഞ വിരോധത്തിൽ ഉൾപ്പെട്ടവരാണ്. കണ്ടോ, മുഖാലിഫുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊക്കെ റസൂലുള്ളാഹിക്ക് എതിര് പറയുന്നവരും എതിര് പ്രവർത്തിക്കുന്നവരുമാണ്. വൈദാ കാന ഹാദാ ഹാലു മൻ യക്തുമു അൽ ഹഖ്ഖ വഹുവ യഅലമുഹു, അറിഞ്ഞുകൊണ്ട് ഒരു സത്യത്തെ മറച്ചു വെക്കുന്നവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഫകൈഫ യകൂനു ഹാലു മൻ ലാ യക്തഫി ബിദാലിക ബൽ യശ്ഹദു ബിൽ ബാത്തിൽ അലൽ മുസ്ലിമീന അൽഅബ്രിയാ. എന്നാൽ അറിഞ്ഞ സത്യത്തിനെതിര് പറയുന്നതിനപ്പുറം അറിഞ്ഞ സത്യത്തെ മൂടി ഇതുകൊണ്ടും മതിയാക്കാതെ അസത്യത്തിന് കൂട്ടുനിൽക്കുകയും അസത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അലൽ മുസ്ലിമീന അൽഅബ്രിയാ, നിരപരാധികളായ മുസ്ലിമീങ്ങൾക്കെതിരിൽ അവന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ എന്ന് ശൈഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. കണ്ട നിങ്ങള്, അപ്പൊ അറിഞ്ഞ സത്യത്തെ മൂടിവെക്കുക എന്നത് വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. മൻസുഇല അൻ ഇൽമിൻ ഫഖതമഹു ഉൽജിമ യൗമൽ ഖിയാമത്തി ബിലിജാമിൻ മിനൻ നാർ. ആരെങ്കിലും ഒരു സത്യത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, ഒരു അറിവിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു, അയാൾ ആ അറിവ് മറച്ചു വെച്ചാൽ അയാൾ നാളെ പരലോകത്ത് തീ കൊണ്ടുള്ള ഒരു കടിഞ്ഞാണിനാൽ അയാൾ കടിഞ്ഞാണിടപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അറിഞ്ഞ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തെറ്റിൽ ഉറച്ചു നിൽക്കുക, ഇതൊരിക്കലും ഒരു സലഫി പ്രവർത്തകന് ഭൂഷണമായ സംഗതിയല്ല. അതുകൊണ്ട് തന്നെ സലഫി പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പഠനത്തിന് അറ്റമില്ല. ദീൻ പഠിക്കുക എന്നത് ഒരു നിശ്ചിത കാലയളവിൽ ചെയ്യേണ്ട ഒരു സംഗതിയല്ല. എന്നും പഠിച്ചുകൊണ്ടിരിക്കണം, മരിക്കുവോളം പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പഠിക്കും തോറും നമ്മുടെ പഴയ ധാരണകൾ പലതും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോൾ ഞാൻ ഇത്ര കാലം ഇങ്ങനെയല്ലേ പറഞ്ഞത്, പഠിക്കണ്ടീന്നുള്ളത് വായിച്ചതുകൊണ്ട് ഇപ്പൊ ഇത് തിരുത്തണ്ടേ എന്ന് വിചാരിച്ച് വലിയ മാനസികമായ സംഘർഷത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇത്ര കാലം ഞാൻ പറഞ്ഞത് ഇപ്പൊ തിരുത്തേണ്ടി വരുമല്ലോ, അത് തെറ്റാണെന്ന് വരുമല്ലോ എന്ന നിലക്ക്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ധാരണ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല.
ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് കൈയൊഴിക്കാൻ, സസന്തോഷം കൈയൊഴിക്കാനും സത്യത്തിന് വഴങ്ങിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ അറിവിന്റെ അടിസ്ഥാനം ചിലപ്പോൾ കേട്ടുകേൾവിയാകാം, എവിടുന്ന കിട്ടിയതല്ല. അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് വല്യപ്പാന്റെ അടുത്തോ വല്യമ്മാന്റെ അടുത്തോ കിട്ടിയതാവാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടിയതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് നമ്മുടെ അറിവിന്റെ മേഖലകൾ അങ്ങനെയാണല്ലോ, പല രീതിയിലായി നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവാകാം. പക്ഷെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എവിടുന്ന് കിട്ടിയതാണെങ്കിലും, എത്രയോ പതിറ്റാണ്ടുകളായി നാം മനസ്സിൽ കാത്തു സൂക്ഷിച്ചതാണെങ്കിൽ പോലും അത് തിരുത്താൻ നമ്മൾ ഒരിക്കലും തന്നെ മടിച്ചു നിൽക്കരുത്. മാതാപിതാക്കൾ അറിവില്ലാത്തവരായിട്ട് അവരിൽ നിന്ന് കിട്ടിയതാകാം, മദ്രസയിൽ പഠിപ്പിക്കപ്പെട്ടു, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് അറിവില്ലാതെ പഠിപ്പിച്ചതാകാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് ലഭിച്ചതാകാം, നമ്മൾ കേട്ട തെറ്റായ കാസറ്റിലോ തെറ്റായ പുസ്തകത്തിലോ ഉള്ളതാകാം. എവിടെ നിന്ന് കിട്ടിയതാവട്ടെ, തെറ്റുവാണെന്ന് ബോധ്യപ്പെട്ടാൽ നാം അത് തിരുത്തണം. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് മുസ്ലിയാക്കന്മാർ, അവരൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവരുടെ അറിവിന്റെയും അവരുടെ വിജ്ഞാനത്തിന്റെയും അവസ്ഥയും പിന്നീടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച്, പള്ളി ദർസുകളിലും അറബി കോളേജുകളിലും ഒക്കെ ഉസ്താദുമാരുടെ കീഴിൽ പഠിച്ച് അതാണ് സത്യമെന്ന് വിചാരിച്ച് കാലങ്ങളോളം അത് പ്രചരിപ്പിച്ച് ദർസ് നടത്തി അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ആളുകള് ഒരിക്കലും തന്നെ ഉസ്താദുമാർക്ക് തെറ്റുപറ്റൂല, അല്ലെങ്കിൽ നമ്മുടെ ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന വിശ്വാസത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അവരുടെ ചിന്ത മാറുന്നത്. അവർക്ക് തെറ്റുപറ്റാലോ, അവർക്ക് തെറ്റു പറ്റിയിട്ടുണ്ടല്ലോ, ഈ ആയത്തിനെതിരാണല്ലോ, ഈ ഹദീസിനെതിരാണല്ലോ എന്നവർക്ക് ബോധ്യം വരികയാണ്. അങ്ങനെ വരുമ്പോ ഉസ്താദുമാരോടും തങ്ങളെ പഠിപ്പിച്ച വല്ലാക്കന്മാരോടുമൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ആ സത്യം തുറന്നു പറയുകയാണ്. എന്തൊരു വിഷമമുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മഹല്ലിൽ കുറെ കാലം ദർസ് നടത്തി ഒരു മുസ്ലിയാര്, കുറെ കാലം അവിടെ കുട്ടികളെ പഠിപ്പിച്ച ആള്, പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് അതിനൊക്കെ എതിരിൽ ആ മഹല്ലിൽ പോയി പ്രസംഗിക്കാണ്. അയാളെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആളുകൾക്ക് അവരോടുള്ള ദേഷ്യത്തിലായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ആ സഹോദരൻ അത് ചെയ്യുന്നു? ഒരു ദാരിമിയോ ഒരു ഫൈസിയോ ഒരു സഖാഫിയോ അയാൾ തെറ്റു തിരുത്തിയിട്ട് ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ജനങ്ങളെ ഞാൻ ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ച തെറ്റായിരുന്നു, എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇത് തുറന്നു പറയാതിരുന്നാൽ എന്റെ പരലോകം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ മുജാഹിദുകൾ എനിക്ക് എന്തെങ്കിലും ഓഫർ തന്നത് കൊണ്ടല്ല എന്ന് തുറന്നു പറഞ്ഞിട്ട് അവർ ജനങ്ങളെ മുമ്പിൽ വരികയാണ്. ഈ ഒരവസ്ഥ നമ്മളൊന്ന് മനസ്സിൽ കാണേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ, നാം ഒരുപാട് കാലം ശരിയാണെന്ന് വിചാരിച്ചൊരു കാര്യം പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തണം. അങ്ങനെ തിരുത്തേണ്ടി വരുന്നത് ആർക്കേ ഉള്ളൂ? പഠിക്കുന്നവർക്ക് മാത്രം. ഒന്നും പഠിക്കാത്ത ചില ആളുകൾ മുജാഹിദുകളിലുണ്ട്. നമ്മളൊക്കെ വിചാരം നല്ല ബുദ്ധിക്കും ചിന്തക്കും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്ന, ചിന്തോദ്ദീപകമായ ആദർശം മാത്രം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന, അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നൊക്കെയാണെങ്കിലും നമ്മളെ പല ആളുകളെ സ്ഥിതി ഇപ്പൊ എന്തായാലും ഒന്നും പഠിക്കൂല എന്ന് മാത്രല്ല, ഒരു തരം തഖലീദ് ഖുറാഫികൾ ഉണ്ടല്ലോ. ഖുറാഫികൾ ആരും ഒന്നും പഠിക്കൂലല്ലോ. മുജാഹിദുകളെ വയലിന് കേട്ടിട്ടൊക്കെ ശരിയാന്ന് തോന്നിയാലും പറയും, അതൊന്നും നമ്മൾ ചൂട് കൊടുക്കണ്ട, നമ്മളെ ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച എന്താ, ഈക്കെ കണ്ണിയത്തും ശാപങ്ങളും ഓലെല്ലാരും പൈലല്ലേ, ഓരിപ്പോ എങ്ങനെ നമ്മളെ നരകത്ത് കൊണ്ടുപോകും? എന്തായാലും ഓല് നരകത്ത് പോകൂലേ? അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല, അത് ശരിയാവൂല, ശരിയാകാൻ വഴിയില്ല. അതുകൊണ്ട് നമ്മളേക്ക് ചൂട് കൊടുക്കേ വേണ്ട. തെളിവും ന്യായമൊക്കെ പോലെ പല ആയത്തും അതീതൊക്കെ പോലെ, അങ്ങനെ ആയത്തും അതീതും ഞമ്മക്കും ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ഭാഗം തന്നെ നോക്കണ്ട. ഈ ഒരു തഖ്ലീദ് മനസ്ഥിതിയാണ് ഒരുപാട് ആളുകൾ അപ്പുറത്ത് നിർത്തുന്നത്. മുജാഹിദുകളെ വയലൊക്കെ കേട്ടിട്ട് തല കുലുക്കി പോയാൽ എന്നാലും നമ്മൾ ഉസ്താദുമാരൊക്കെ അതല്ലേ, ഈക്കെ കണ്ണിയത്തൊക്കെ അതല്ല പഠിപ്പിച്ചത്, കൂത്തനാടൊക്കെ അതല്ല പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തന്നെ നിൽക്കാണ്. അവരെ ഉസ്താദുമാരെ സംബന്ധിച്ചും അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചും അവരെ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ചുമൊക്കെയുള്ള വലിയ മതിപ്പാണ് അവരെ യഥാർത്ഥത്തിൽ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ഒരവസ്ഥ മതസംഘടനകൾക്കുണ്ടായാലോ നമ്മളൊന്നും പഠിക്കൂല, അതൊക്കെ നമ്മളെ നേതാക്കന്മാർ പഠിച്ചിട്ടുണ്ടാവും. തെളിവ് ന്യായമൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ സർക്കുലർ കിട്ടിയാൽ പിന്നെ അതാൻ പറഞ്ഞാൽ മതി. ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങളും മതപ്പതിച്ചിട്ടില്ലേ എന്നാണ് ഇപ്പൊ ഖുറാഫികൾ ചോദിക്കുന്നത്.
അല്ലേ? ഞങ്ങളെ ഉസ്താദുമാരെ തഖ്ലീദ് ചെയ്യുന്നു, മദ്ഹബി പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ജമിയത്തുൽ ഉലമയെയും അഫ്ളൽ ഉലമക്കാരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5 കൊല്ലം അറബി കോളേജിൽ പഠിച്ചേ അഫ്ളൽ ഉലമക്കാരെ തഖ്ലീദ് ചെയ്യുന്നേക്കാളും നല്ലത് ഞങ്ങളെ പോലെ മുജ്തഹിദീങ്ങളായ ഇമാം അഹ്മദിനോ ഇമാം ഷാഫിയൊക്കെ തഖ്ലീദ് ചെയ്തിടോ നിങ്ങൾക്ക് എന്ന് കളിയാക്കി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത് ഉണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെയുള്ളൊരു തഖ്ലീദ് ആരൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഉണ്ടാവില്ല. തെളിവുണ്ടോ, ന്യായമുണ്ടോ, അതാണ് ആളുകൾ നോക്കുന്നത്. ആളുകൾ ഒരിക്കലും തന്നെ നേതാക്കന്മാരെ കണ്ടിട്ട് മുജാഹിദായതല്ല. കുറെ കാലം കഴിഞ്ഞിട്ടാവും ചിലപ്പോ നേതാക്കന്മാരെ കാണുന്നത് തന്നെ. കാരണം നേതാവ് ആരാ നോക്കിയിട്ടല്ല. ആ ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ബാലുശ്ശേരി പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൗലവി പ്രസംഗം കേട്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, കാര്യം മനസ്സിലാക്കുന്നു, തിരിച്ചു പോണു. വർഷങ്ങളോളം അങ്ങനെ വായിച്ചും കേട്ടും കാസറ്റ് കേട്ടും മുന്നോട്ട് പോകുന്നു. നേതാക്കളെ കണ്ടിട്ടില്ല, ഓഫീസ് കണ്ടിട്ടില്ല, ഓഫീസിലെ ചട്ടവട്ടങ്ങൾ അറിയില്ല, അവർക്ക് സർക്കുലറും മെമ്പർഷിപ്പും ഒരു സംഗതി അറിഞ്ഞൂടാ. അങ്ങനത്തെ 10,000-കണക്കിന് ആളുകൾ ഇന്ന് മുജാഹിദ് പള്ളികളിൽ വരികയും മുജാഹിദുകളോട് സഹകരിക്കുകയും മുജാഹിദുകൾക്ക് സംഭാവന നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ തെളിവും ന്യായവും നമ്മുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം. ഖുറാഫികളെ പോലെ പഠിക്കാത്തൊരവസ്ഥ അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പഠിക്കും തോറും നമുക്ക് പല തെറ്റുകളും ബോധ്യപ്പെടുകയും നമുക്ക് തിരുത്തേണ്ടി വരികയും ചെയ്യും. ചില ആളുകളുണ്ട്, പുതിയതൊന്നും പഠിക്കൂല, പണ്ട് പഠിച്ച ഒരുപാട് അബദ്ധമുണ്ട്, അതൊന്നോട്ട് മറക്കൂല. കുറേ പഴയ മുജാഹിദ് മഹലിലൊക്കെ ചെന്നുള്ള അവസ്ഥയാണ്. ഒരു കാര്യം അവിടെ പറയാൻ പറ്റൂല. എടത്തനാട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞതിനെതിരാണോ അല്ലേ നോക്കണം. പറപ്പൂര് പറഞ്ഞിട്ടില്ലാത്തൊരു മസാല അവിടെ പറഞ്ഞ പറപ്പൂരിന്റെ വയൽ 25 കൊല്ലം കെട്ടണം, അയാള് പറഞ്ഞില്ലല്ലോ, അണക്കപ്പെടുന്നൊരു പുതിയ ഹദീസ് കിട്ടി. രണ്ടത്താണി പറയുകയാണെങ്കിൽ സെയ്ദ് മൗലവി പറഞ്ഞിണോ നോക്കണം. തിരൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ അബ്ദുല്ലാജി പറഞ്ഞിണോ നോക്കണം. കടവത്തൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ എടപ്പാറ കുഞ്ഞാമത് മൗലവി പറഞ്ഞിണോ നോക്കണം. അങ്ങനെയാണ് പല സ്ഥലത്തെ അവസ്ഥ. ഒരു തരം മദ്ഹബി മാതിരിയ. അപ്പൊ അവിടെ ആ മൗലവി പറയാത്തത് ആ ആള് അവിടുത്തെ ആ പഴയ മുജാഹിദീങ്ങൾക്ക് ഞാന് വെട്ട അബ്ദുല്ലാജിന്റെ 25 കൊല്ലം കുത്തുപാട്ട് അയാൾ പറഞ്ഞില്ലാലോ, ഞാൻ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിന്റെ എത്ര ചോദ്യത്തെ കുത്തുപാട്ടുകൾ അയാൾ പറഞ്ഞില്ലാലോ. അപ്പൊ പണ്ട് പഠിച്ച എന്തൊക്കെ ഉണ്ടോ അതങ്ങനെ തന്നെ. അതല്ല നമ്മളൊക്കെ പുതിയ ഹദീസ് എവിടുന്നോ കുത്തിക്കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മാതിരി ആളുകളെ നോട്ടവും വർത്താനോ ഒക്കെ. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിനിടയിൽ 2 റക്അത്ത് സുന്നത്ത്. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉംറക്കൊക്കെ പോണവരൊക്കെ അവിടെ ചെന്നാ നിസ്കരിക്കും. പക്ഷെ ഇവിടെ വന്ന ഇസ്ലാം നേരെ ഉൾട്ടേ. അതെന്താ? ബാങ്കാണ് കൊടുക്കുക, എന്നിട്ട് നേരെ ബാക്കിലേക്ക് നിൽക്കുക, ഇഖാമത്തും കൊടുക്കുക, നിസ്കരിക്കുക. ബാങ്കിന്റെ മുമ്പ് ഇഖാമത്ത് കൊടുക്കണം എന്നാ ചിലയിടത്തൊക്കെ. അത്ര സ്പീഡാ. എല്ലാ സ്ഥലത്തും മഗ്രിബിന് മാത്രം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന കടവത്തൂർ പള്ളിയില്, ഞാൻ താമസിക്കുന്നതിനടുത്ത കടവത്തൂർ പള്ളിയില് എല്ലാത്തിനും ബാങ്ക് ഇഖാമത്ത്. മഗ്രിബിന് ബാങ്ക് മാത്രമേ, ഇഖാമത്തിനവിടെ ബ്ലാങ്കാ, ഒന്നുമില്ല. ആദ്യം ഉടൻ എഴുതി വെച്ചിരുന്നു, ഇപ്പൊ ഉടനില്ല. അപ്പൊ അവിടെ ഞാൻ പലപ്പോഴും ഹദീസ് ക്ലാസ് എടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികള് മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ധൃതിപ്പെട്ട് തൂണുകളുടെ അടുത്തേക്ക് പോയിരുന്നു. തൂണുകൾ എന്താ, മുമ്പിൽ മറവാണല്ലോ. അങ്ങനെ മറ നോക്കി നിസ്കരിക്കാൻ വേണ്ടി ഒരാള് പുതിയതായി പള്ളിയിൽ വന്ന മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കും. അത്രമാത്രം ആളുകള് ഇഖാമത്തിന് മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നു. അതപ്പോ ഒരു പുതിയ ഹദീസ്. ഞാൻ പറഞ്ഞതാ റിയാദുസ് സാലിഹീൻ, ഇത് പുതിയതൊന്നല്ലല്ലോ. പണ്ടേ നമ്മളെ ആളുകള് വയലുവരെ ഉപയോഗിക്കുന്നതാണ് റിയാദുസ് സാലിഹീൻ. അതിലല്ല കണ്ടോ. അപ്പൊ സല്ലു ഖബ്ലൽ മഗ്രിബി, മഗ്രിബിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കൂ എന്ന് റസൂലിന്റെ കൽപ്പന. 3 വട്ടം പറഞ്ഞു എന്നാണ്. സഹാബികൾ നിസ്കരിച്ചു വന്ന, നബി അത് അംഗീകരിച്ചു വന്ന റസൂലുള്ളാന്റെ അംഗീകാരം. ഇതൊക്കെ ഉണ്ടായാലും എന്നാലും നമ്മൾ പണ്ടേ അത് ചെയ്യാത്തവരല്ലേ. നമ്മൾ എത്രയോ വലിയ വലിയ മൗലവിമാരെ വയൽ കേട്ടല്ലേ, അതിലൊന്നും അതില്ലല്ലോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാണ്. ഈ രൂപത്തിലുള്ള ഒരു തരം തഖലീദ് മനസ്ഥിതി പല സ്ഥലങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എടവണ്ണ വെച്ച് വല്ലതും പറയണമെങ്കിൽ അലൈമോലി പറഞ്ഞിണോ നോക്കണം. അലൈമോലി പറയാത്ത വല്ലതും അവിടെ പറഞ്ഞോ നവോ കുടുങ്ങിയ തന്നെ. അലൈമോലിന്റെ കുത്തുപാട്ടാലാ ഞങ്ങളൊക്കെ, ഓലത് പറഞ്ഞില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ തഖലീദിന്റെ മറ്റൊരു രൂപം നമ്മുടെ ആളുകളിലേക്കും കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരുപക്ഷെ എന്റെ സംശയം തെറ്റായിരിക്കാം. ഒരിക്കലും തന്നെ ഈ രീതി
അത് ശരിയല്ല. അറിവ് കിട്ടിയാൽ, തെളിവ് കിട്ടിയാൽ അത് സ്വീകരിക്കണം. അറബി പണ്ഡിതന്മാർക്കിടയിലും പൊതുവെ മുൻഗാമികൾക്കിടയിലുമൊക്കെ പ്രചാരത്തിലുള്ളൊരു വാക്കാണ് അൽ ഇൽമു ലാ യഖ്ബലുൽ ജുമൂദ്. വിജ്ഞാനം അതൊരിക്കലും ജഡത്വത്തെ സ്വീകരിക്കുകയില്ല. ജുമൂദ് എന്താ? അവിടെ തന്നെ കിടക്കുക. ഇൽമ് എന്ന് പറയുമ്പോ അങ്ങനല്ല. അത് പഠിക്കും തോറും, വിഷയങ്ങൾ മനസ്സിലാക്കും തോറും അതിന് ചലനം ഉണ്ടാകും. അത് ജാമിതായി അവിടെ കൂല. എന്നാൽ പല ആളുകളും ആ തരത്തിലുള്ള ജഡത്വത്തിലുള്ള വിജ്ഞാനമാണ്, ജഡതുല്യമായ വിജ്ഞാനമാണ് പലരും പഠിച്ചു വെച്ചിട്ടുള്ളത്. തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും തിരുത്താൻ മനസ്സില്ലാത്ത പല ആളുകളും. സുഹൃത്തുക്കളെ, നമ്മൾ ശരിയാണെന്ന് ധരിച്ച പല കാര്യങ്ങളും നമ്മൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യാവും. നമ്മൾ തെറ്റാണെന്ന് ധരിച്ച പല കാര്യങ്ങളും ശരിയാണെന്ന് ബോധ്യാകും. അപ്പൊ അത് തിരുത്തണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഞാനും ഒക്കെ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ജമാലുദ്ദീൻ അഫ്ഗാനി സലഫി അല്ല, അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫി അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ റഷീദ് റിള ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തിന്റെ മാർഗമാണ് സത്യമെന്ന് മനസ്സിലായി അദ്ദേഹം അതൊന്ന് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട്. പക്ഷെ അബ്ദു ഖേദിച്ചു മടങ്ങിയിട്ടില്ല, അഫ്ഗാനി ഖേദിച്ചു മടങ്ങിയിട്ടില്ല. അവർ സലഫികളല്ല. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഒരു ബോംബിട്ട മാതിരി, എന്താ ഈ പറയണേ? ജമാലുദ്ദീൻ അഫ്ഗാനി സലഫി അല്ലാന്നോ? അയാൾ വലിയ ഇസ്ലാഹി നേതാവല്ലേ? മുഹമ്മദ് അബ്ദു സലഫി അല്ലാന്നോ? അയാൾ വലിയ സലഫി നേതാവല്ലേ? ഈജിപ്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവർ എന്നത് ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നതല്ലാതെ സലഫിയത്ത് അയാൾ ഉൾക്കൊണ്ടിട്ടില്ല. അതിനൊരുപാട് തെളിവുകൾ അയാളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും. അപ്പൊ ആ തെളിവുകൾ കാണുമ്പോ പിന്നെ നമ്മൾ പണ്ടോലെ പറ്റി അങ്ങനെ വിചാരിച്ചെന്നുള്ളത് ഇഞ്ഞ് മരിച്ചോളം അതന്നെ പറഞ്ഞു കൊടുക്കണോ? വ്യക്തമായ തെളിവുകൾ മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനി കിതാബ് എന്ന ആളുകൾ കൊണ്ടുവന്നിരാണ്. ഇവർ സലഫിയത്താണോ? നിങ്ങൾ പറയാന്നും പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മൾ തിരുത്തണം. ഈ വിഷയത്തിന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു മുഖവരെയാണ് ഇതുവരെയും പറഞ്ഞത്. തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന് പറയുമ്പോ അങ്ങനെ ധാരണകൾ തിരുത്തേണ്ടതുണ്ടോ? തിരുത്തൽ ആവശ്യമുണ്ടോ? ഉണ്ടാവാം. തെളിവും ന്യായവും കിട്ടിയാൽ തിരുത്താം. തെളിവും ന്യായവും കിട്ടാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിപ്പറയലും തിരുത്തലും അത് തെറ്റായ കാര്യമാണ്. അത് ഞാനിക്കാൻ പിന്നീട് വരുന്നുണ്ട്. തെളിവ് കിട്ടിയാൽ പിന്നെ മടിച്ചു നിൽക്കാതെ ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക എന്നത് മാന്യന്മാരുടെ സ്വഭാവമാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട അവസാനത്തെ 10 ബന്ധപ്പെട്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ ഒരു തെറ്റിദ്ധാരണ, അത് നമ്മുടെ കേരളത്തിൽ വല്ലാതെ പ്രചരിച്ചൊരു തെറ്റിദ്ധാരണയാണ്. മുഹമ്മദ് അബ്ദുവിന് അമ്മജുസിന്റെ ഒരു തഫ്സീർ ഉണ്ട്. അത് നേരെ കോപ്പി അടിച്ചതാണ് നമ്മൾ അബ്ദുസലാം സുല്ലമി. അയാൾക്ക് പറ്റിയ അബദ്ധമൊക്കെ ഇയാൾക്കും പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടെന്താ അറിയോ? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് പണ്ടേ കഴിഞ്ഞു പോയി. ഏതാണ് ആ രാത്രി? ഹിറാ ഗുഹയിൽ റസൂൽ ഇരിക്കുമ്പോ ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓതിക്കൊടുത്ത് ഇഖ്റ ബിസ്മി ഏറ്റുചൊല്ലി. ആ രാത്രി അത് അന്നത്തോടെ കഴിഞ്ഞു പോയി. ഇനി അത് കൊല്ലം തോളും ആവർത്തിക്കപ്പെട്ടു വരികയില്ല എന്നാണ് പല ആളുകളുടെയും ധാരണ. എന്നാൽ ഈ ലൈലത്തുൽ ഖദർ എന്ന രാത്രി പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നതിന് ആ പേര് കിട്ടിയത് എന്നാണ്. അതിനു മുമ്പ് ആ രാത്രിക്ക് ഒരു പേരില്ല. ആ രാത്രി ഖുർആൻ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ആ പേര് കിട്ടുമായിരുന്നില്ല എന്നാണ് പല ആളുകളുടെയും ധാരണ. വാസ്തവത്തിൽ അത് ശരിയല്ല. ഈ മഹത്തായ സ്ഥാനം ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഖദറിൽ പറഞ്ഞ എന്താ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണത്. മാത്രല്ല തനസ്സലുൽ മലായികത്തു വറൂഹു ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാത്തരം കൽപ്പനകളുമായി റബ്ബിന്റെ അനുമതി പ്രകാരം മലക്കുകളും ജിബ്രീലും ഭൂതലത്തിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണത്. പിന്നെ സലാമുൻ യഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെയും അത് സമാധാനത്തിന്റെ ദിവസമാണ്. ഇത് മാത്രമല്ല സൂറത്ത് ദുഖാനിൽ പറഞ്ഞു ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ മുഴുവൻ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന ദിവസമാണത്. ഇതൊക്കെ ആ ദിവസത്തിന്റെ പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രത്യേകതകളൊക്കെ ഖുർആൻ അവതരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്.
ലൈലത്തുൽ ഖദർ എന്ന പേര് പോലും ലഭിച്ചത് മഹത്വത്തിന്റെ രാത്രി. എന്താ മഹത്വം? ഖുർആൻ ഇറങ്ങിയത്. ഖുർആനുമായി ബന്ധപ്പെട്ടൊരു മഹത്വമല്ലാതെ മറ്റൊരു മഹത്വവും അതിനില്ല എന്നാണ്. എന്നിട്ട് ഈ പറഞ്ഞ ആയത്തുകൾക്കൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനം പറയും. ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, സൂറത്ത് ദുഖാനിലെ ആയത്താണ്. യുക്തിമത്തായ ബലവത്തായ മുഴുവൻ കാര്യങ്ങളും അന്ന് വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. അതിനെന്താ വ്യാഖ്യാനം എന്നറിയോ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മുതലാണ് നല്ലതും ചീത്തയും വേർതിരിക്കാൻ തുടങ്ങിയത്. പിന്നെ തനസ്സുൽ മലായികത്തു വറൂഹ്, അതിനർത്ഥം എന്താ? ഖുർആനുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നത് മലക്കുകൾ ഖുർആനുമായി അവതരിക്കപ്പെടാൻ തുടങ്ങിയത് ഈ രാത്രിയിലാണ്. സലാമുൻ യഅതാ മതഇൽ ഫജ്ർ, അതിനർത്ഥം എന്താ? ഖുർആൻ സമാധാനവും രക്ഷയുമാണ്. അതിന്റെ മഹത്വം പ്രഭാതത്തിന്റെ ഉദയസ്ഥാനം മുതൽ അസ്തമയസ്ഥാനം വരെ ഉയർന്നു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാണ്. വാസ്തവത്തിൽ എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ആളുകൾക്ക് ഇപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാല് ആ ഇറാ ഗുഹയിൽ റസൂലിന്റെ അടുത്ത് ജിബ്രീൽ വന്ന ആ ദിവസത്തിന്റെ ഒരു വാർഷിക അനുസ്മരണം മാത്രമാണ്. അത്രേ ഉള്ളൂ അല്ലെ? ഖുർആൻ ഇറങ്ങിയ രാത്രി ഒന്ന് അനുസ്മരിക്കുക, അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് അനുസ്മരണം, റിപ്പബ്ലിക് ഡേ അനുസ്മരണം, അങ്ങനത്തെ ഒരു അനുസ്മരണ രാത്രി മാത്രമായിട്ടാണ് പല ആളുകളും ഇത് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്താ ഇവിടെ സംഭവിച്ചത്? സലഫി മൻഹജിന്ന് മുഹമ്മദ് അബ്ദു പോയി, അബ്ദുസലാം സുല്ലമി പോയി. സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ഈ ലൈലത്തുൽ ഖദറിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഖദർ എന്ന വാക്കിന് മഹത്വമെന്നും ബഹുമാനമെന്നും പദവി, ഉന്നത പദവി എന്നൊക്കെ അർത്ഥമുള്ളതുപോലെ തഖ്ദീർ എന്നൊരർത്ഥവുമുണ്ട്. ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ, ക്രമപ്പെടുത്തുക, വ്യവസ്ഥപ്പെടുത്തുക, നിർണയിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ തഖ്ദീർ എന്നാണ്. വ്യവസ്ഥപ്പെടുത്തുന്ന രാത്രി, നിർണയിക്കുന്ന രാത്രി. എന്തിനെയാണ് നിർണയിക്കുന്നത്? എന്തിനെയാണ് വ്യവസ്ഥപ്പെടുത്തുന്നത്? ഇമാം ഇബ്നു കസീർ വിവരിക്കുന്നത് കേട്ടോളൂ. ലൈലത്തുൽ മുബാറകത്ത് എന്ന സൂറത്ത് ദുഖാനിലായത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഐ ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ മുബാറകത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ തന്നെയാണ്. അല്ല രണ്ട് രാത്രിയല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. യുഫസ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂളി ഇലൽ കതബതി അംറുസ് സനതി. ലൗഹിൽ മഹ്ഫൂൽ എന്ന അല്ലാഹുവിന്റെ ജ്ഞാനരേഖയിൽ നിന്നും എഴുത്തുകാരായ മലക്കുകളിലേക്ക് ആ കൊല്ലത്തെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കപ്പെടുന്നു. വമാ യകൂനു ഫീഹാ മിനൽ ആജാലി വൽ അർസാഖ്, ആ ഒരു കൊല്ലത്തിൽ ഉണ്ടാകാനിരിക്കുന്ന റിസ്ക്, അതുപോലെ തന്നെ അവധികൾ, ഓരോരുത്തർക്കും നിശ്ചയിച്ച അവധികൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. വമാ യകൂനു ഫീഹാ ഇലാ ആഖിരിഹാ, അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന എല്ലാം അവസാനം വരേക്കും, ആദ്യം മുതൽ അവസാനം വരേക്കും മലക്കുകൾക്ക് അല്ലാഹു വിവരിച്ചു കൊടുക്കുന്നു. ഹാക്കദാ റുവി അൻ ഇബ്നു ഉമർ വഅബി മാലിക് വമുജാഹിദ് വല്ലഹാഖ് വഗൈറു വാഹിദ് മിന സലഫ്. ഇപ്രകാരമാണ് സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ സലഫി മുഫസ്സിറുകളായ താബിഈങ്ങളായ അബൂ മാലിക്, മുജാഹിദ്, ലഹാഖ്, മറ്റുള്ള സലഫുകളിൽ നിന്നും റിവായത്ത് വന്നിട്ടുള്ളത്. അപ്പൊ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ലൈലത്തുൽ ഖദർ മനസ്സിലാക്കിയ ഒരു പ്രശ്നമല്ല. ഈ പറഞ്ഞ ഒരു ഖുർആനുമായി കൂട്ടിക്കെട്ടി വ്യാഖ്യാനിക്കേണ്ട യാതൊരു ആവശ്യമല്ല. ഇതുപോലെ തന്നെ തഫ്സീർ തൊബരി, സലഫി തഫ്സീറുകളിൽ പൗരാണിക തഫ്സീർ എന്ന് പറയുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തഫ്സീറാണ് ഇമാം തൊബരിയുടെ തഫ്സീർ. അദ്ദേഹത്തിന്റെ തഫ്സീർ തൊബരിയിലും ഇതേ അഭിപ്രായം കാണാം. ഹസൻ റളിയല്ലാഹു അൻഹു, അബൂ മാലിക്, അബൂ അബ്ദുറഹ്മാൻ, മുജാഹിദ്, ഖതാദ റഹ്മഹുമുല്ലാഹ്, ഇവരിൽ നിന്നെല്ലാം ഈ റിവായത്ത് സനദ് സഹിതം തൊബരി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഔലൽ ഖൗലൈനി ഫീ ദാലിക ബിസ്സവാബി ഖൗലു മൻ ഖാൽ ദാലിക ലൈലത്തുൽ ഖദർ ലിമാ ഖദ തഖദ്ദമ മിൻ ബയാനിഹാ അൻ അന്നൽ മഅനിയ ബിഖൗലിഹി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ലൈലത്തുൽ ഖദർ. കണ്ടോ, നാം നേരത്തെ വിവരിച്ചതനുസരിച്ച് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ തന്നെയാണ്. അതാണ് ശരിയായ അഭിപ്രായം. വഉനിയ ബിഖൗലിഹി ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, ഫിയാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഖ്ലാ വയുഫസ്സലു കുല്ലു അംരിൻ അഹ്കമഹു അല്ലാഹു തആല ഫീ തിൽക സന. കണ്ടോ, അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ അന്ന് വിധിക്കപ്പെടുകയും വിവരിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു ബലവത്താക്കിയ മുഴുവൻ കാര്യങ്ങളും ഈ കൊല്ലം മുതൽ അടുത്ത വിനസനത്തിൽ ഉഖ്റ, അടുത്ത കൊല്ലത്തെ ലൈലത്തുൽ ഖദർ വരേക്കുള്ള ഈ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു മലക്കുകൾ മുഖേനയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മലക്കുകൾക്ക് അള്ളാഹു ഒരു കൊല്ലത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് വിവരിച്ചു കൊടുക്കുകയാണ്. അത് വിവരിച്ചു കൊടുക്കുന്ന ദിവസമാകുന്നു ലൈലത്തുൽ ഖദർ. തഫ്സീർ തൊബരി. ഇനി നിങ്ങൾ നോക്ക്, പൗരാണിക തഫ്സീർ അല്ലെങ്കിലും സലഫി ലൈനിൽ തഫ്സീർ എഴുതിയ ആളാണ്
ഇമാം ആലൂസി. അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ കാണാം ലൈലത്തുൽ ഖദർ എന്ന പേര് തന്നെ വരാൻ കാരണം ഈ തഖ്ദീർ ഉള്ളത് കൊണ്ടാണെന്നാണ്. വമഅനാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ തഖ്ദീർ. ലൈലത്തുൽ ഖദർ എന്നതിന്റെ അർത്ഥം ലൈലത്തുൽ തഖ്ദീർ, വ്യവസ്ഥപ്പെടുത്തുന്ന രാത്രി എന്നാണ്. സുമ്മിയത്ത് ബിദാലിക, അങ്ങനെ പേര് വെക്കാൻ കാരണം എന്താ? ലിമാ റുവിയ ഇബ്നു അബ്ബാസ് വഗൈരിഹി അന്നഹു യുഖദ്ദറു ഫീഹാ വയുഖ്ലാ മാ യകൂനു ഫീ തിൽക സന. ആ ഒരു കൊല്ലത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അന്ന് വിധിക്കപ്പെടുകയും അതുപോലെ തന്നെ നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും റിവായത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെ? മിൻ മതരിൻ, മഴ, വരിസിക്കിൻ, ഭക്ഷണം, വയഹ്യായി ജീവിപ്പിക്കൽ, ഇമാത്തത്ത് മരിപ്പിക്കൽ, ഇലസനത്തിൽ ഖാബില, അടുത്ത കൊല്ലം വരെ. അപ്പൊ ആരൊക്കെ മരിക്കും, ആരൊക്കെ ജീവിക്കും, ആർക്കൊക്കെ എത്ര റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്, എത്ര മഴ കിട്ടും, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദറിന്റെ അന്ന് അടുത്ത ലൈലത്തുൽ ഖദർ വരെയുള്ളത് മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കും. ഇതാണ് ഇതേ ആശയം. നിങ്ങൾ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിയാൽ സൂറത്തുൽ ദുഖാന്റെ വ്യാഖ്യാനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇടക്കാലത്ത് കയറി വന്ന അഖ്ലാനികൾ അത് ഫസാദാക്കി. എന്നിട്ട് ഈ സലാം സുല്ലമിനെ പോലത്തെ ആളുകൾ ഇവിടെ പലതും വിവരിച്ചു. ഹക്കീം എന്നതൊക്കെ മാറ്റിമറിച്ചു. വൽ മുറാദു ഇൽഹാറു തഖ്ദീരിഹി തആല ദാലിക ലിൽ മലായികത്തി അലൈഹിമുസ്സലാം വൽ മഅ്മൂരീന ബിൽ ഹവാദിസിൽ ഖൗനിയ്യ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുക അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാന്റെ വിധി നേരത്തെ ഉള്ളതല്ലേ? അതിന്റെ ഇവിടെ ഉദ്ദേശം എന്താണ്? അള്ളാഹു വിധിച്ചും തീരുമാനിച്ചും വെച്ച കാര്യങ്ങൾ മലക്കുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നേ ഉദ്ദേശമുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ പുതുതായി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കലാകുന്ന ഉദ്ദേശം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അത് പണ്ടേ ഉള്ളതാണ്. ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ അവന്റെ വിധി തീരുമാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിന്റെ ഉദ്ദേശം അള്ളാഹ് നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾ മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കൽ മാത്രമാകുന്നു. ഞാൻ ഈ 3 തഫ്സീർ ഉദ്ധരിച്ച എന്തിനാണെന്നറിയോ? ഒന്ന് ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഒന്ന് തൊബരി ഉദ്ധരിച്ചു, ഒന്ന് ആലൂസി ഉദ്ധരിച്ചു. പൗരാണികരും പുതിയ ആധുനികരുമായ മുഫസ്സിരിങ്ങൾ, സലഫി മുഫസ്സിരിങ്ങളൊക്കെ ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന പേര് പണ്ടേ ഉള്ളതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂലാക്കുന്നതിന് മുമ്പ്, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ളതാണ്. അതിന്റെ മഹത്വം ഈ പറഞ്ഞതാണ്. ഈ മഹത്വം പണ്ടേ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ രാത്രിയാണ് ഖുർആൻ ഇറക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്ന കാര്യം പിന്നീട് അള്ളാഹു റസൂലിനെ അറിയിക്കാണ്. ഖുർആൻ ഇറങ്ങി കുറെ കാലം കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ ഖുർആനെ നാം ഇറക്കി തന്നത് ആ മഹത്വത്തിന്റെ രാത്രി ഉണ്ടല്ലോ അന്നാണ്. ഏതാണ് ആ മഹത്വത്തിന്റെ രാത്രി? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അത് പണ്ടേ ഉള്ളതാണ്. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രിയാണത്. അന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അത് നേരം പുലരുവോളം വന്നെന്താണ്? സമാധാനമാണ്. മാത്രമല്ല ഫിയാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അള്ളാഹു മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന സമയമാണത്. കണ്ടോ? ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ തഫ്സീറിനെ അവഗണിച്ചു. സലഫീങ്ങളുടെ ഈ തഫ്സീറിനെ അവഗണിച്ചിട്ട് അഖ്ലാനി വ്യാഖ്യാനത്തിലേക്ക് പോയി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ട് ഖൈറും മിൻ അൽഫി ശഹറിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? 1000 രാവുകൾ മനുഷ്യർ പരിഷ്കരണ പരിപാടികൾ ഉണ്ടാക്കിയാൽ പോലും കരസ്ഥമാക്കുവാനും മനുഷ്യരെ സംസ്കരിക്കാനും സാധിക്കാത്ത സംഗതിയാണ് ഒരൊറ്റ രാവ് കൊണ്ട് ഖുർആൻ ലോകത്ത് ഉണ്ടാക്കിയത്. അപ്പൊ 1000 മാസങ്ങളെക്കാൾ പുണ്യം എന്ന് പറയരുത്, വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണ്. കാരണം അത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ഖുർആൻ കൊണ്ടാണ് 1000 മാസങ്ങളെക്കാൾ പുണ്യം കിട്ടിയെന്നാണ് ആളുകളുടെ വിചാരം. അത് മുമ്പേ ഉള്ളതാണ്, അത് ഖുർആൻ കൊണ്ട് കിട്ടിയതല്ല. അപ്പൊ ഖുർആനായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് 1000 രാവുകൾ മനുഷ്യർ പരിഷ്കരണ പരിപാടി ഉണ്ടാക്കിയാലും മനുഷ്യരെ സംസ്കരിക്കാനും സാധിക്കാത്ത സംഗതി ഒരു രാവ് കൊണ്ട് ഖുർആൻ ഉണ്ടാക്കി. ഒരു രാവ് കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഖുർആന്റെ തുടക്കം അവിടെ ഉണ്ടായിന്നേ ഉള്ളൂ. പക്ഷെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു വ്യാഖ്യാനം സുല്ലമിന്റെ തഫ്സീറിലുള്ളതാ. ഖുർആന്റെ വെളിച്ചം നമുക്ക് തഫ്സീറിന്റെ പേര്. ഖുർആന്റെ ഇരുട്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. ഏതായാലും ഇരിക്കട്ടെ. ഒരു റമളാൻ നബി പറഞ്ഞു, ഇന്ന ഹാദ ശഹറ ഖദ് ഹദറക്കും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. കണ്ടോ? റമളാൻ വന്നിരിക്കുന്നു. ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആർക്കെങ്കിലും അത് തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, അയാൾക്ക് എല്ലാ ഖൈറും തടയപ്പെട്ടു. വലാ യുഹറമു ഖൈറഹാ വലാ യുഹർരിമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ. അതിന്റെ ഖൈറിനെ ഒരാളും തടയുകയില്ല മഹ്റൂമല്ലാതെ.
നന്മയിൽ നിന്നും അകറ്റപ്പെട്ടവനല്ലാതെ അതിന്റെ ഖൈറിനെ ഒരിക്കലും നിഷേധിക്കുകയില്ല, തടയുകയില്ല എന്ന് തർഗീബിൽ ഒരു ഹദീസ് തന്നെ കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന പേര് കിട്ടിയത് എന്ന ധാരണ നാം തിരുത്തുക. ലൈലത്തുൽ ഖദ്ർ എന്ന പേര് ഖുർആൻ ഇറക്കിയത് കിട്ടിയ പേരല്ല, അത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ളതാണ്. മുമ്പ് ആ പേര് ലൈലത്തുൽ ഖദ്റിന് ഇല്ലായിരുന്നുവെന്ന്, ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ആ പേര് കിട്ടിയത് എന്ന് ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. നമ്മൾ അങ്ങനെ തെറ്റായി ധരിച്ചു വെച്ചതാണ്. ഖുർആൻ ഇറങ്ങിയ രാത്രി മഹത്തായ രാത്രിയാണെന്നും അന്ന് ജിബ്രീൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്നൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. അത് നബിയെ പ്രത്യേകം അറിയിക്കേണ്ട ആവശ്യമില്ല. നബിക്ക് അറിയില്ലത് ഖുർആൻ ഇറങ്ങിയ രാത്രി മഹത്തായ രാത്രിയാണെന്ന് ജിബ്രീൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തിനാ വീണ്ടും തനസ്സൽ മലായികത്തു റൂഹ് എന്നൊക്കെ നബിയെ പറഞ്ഞു കൊടുക്കും. മാതറാക്കമാലിത്തൊക്കെ പറയേണ്ട ആവശ്യം ഇല്ല. പിന്നെന്താണ്, ഈ മഹത്തായ ഗ്രന്ഥം നാം ഇറക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് മഹത്വമേറിയ ആ രാത്രിയാണ്. പിന്നെ നിങ്ങൾ നോക്ക്, ഭാഷാ ശൈലിയിൽ തന്നെ ഖുർആൻ ഇറക്കിയ കാര്യം പറയുമ്പോൾ ഭൂതകാലം ഉപയോഗിച്ചത്. ഇന്ന അൻസൽന, നാം ഇറക്കി. പക്ഷെ ആ രാത്രി സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴോ അത് ഭാവികാല ക്രിയേറ്റ ഉപയോഗിച്ചത്. ഫിഹാ യുഫ്രഖു, വിവരിക്കപ്പെടും, വിവരിച്ചു കൊടുക്കപ്പെടും. അത് ഭൂതകാലല്ല, ഭാവികാലത്ത് സംഭവിക്കുന്നതാ. തനസ്സലു, മലക്കുകൾ ഇറങ്ങും. കേട്ടോ? അപ്പൊ അവരൊക്കെ ഉപയോഗിച്ചിട്ട് തനസ്സലത്തിന് മലായികത്തു, മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കപ്പെട്ടു കഴിഞ്ഞു എന്നല്ല. അപ്പൊ അത് വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചില ആളുകൾ പറയും ഭൂതകാലത്തെ കുറിച്ച് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മുദാരി, മുസ്തഖ്ബിൽ, ഭാവികാലത്ത് ക്രിയ ഉപയോഗിക്കാറില്ലേ? അതൊക്കെ സാഹിത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കും, മജാസിയായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ആലങ്കാരിക പ്രയോഗത്തിലേക്ക് പോകേണ്ട യാതൊരു നിർബന്ധിതാവസ്ഥയില്ല. അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥാർത്ഥം, ഹഖീഖിയായ അർത്ഥം കൽപ്പിക്കാൻ കഴിയുന്നിടത്ത് ഒരിക്കലും ആലങ്കാരിക അർത്ഥത്തിലേക്ക് പോകാൻ പാടില്ല എന്നത് ഭാഷാ നിയമമാണ്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അസിൽ നിന്ന് തെറ്റിക്കേണ്ട യാതൊരു കരീനത്തും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ അർത്ഥം പറയണം. ഇനിതൊന്നും വേണ്ട. ഈ രാത്രി എല്ലാ കാലവും ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുകയും ചെയ്യും. അന്നത്തെ ഒരു രാത്രി മാത്രമല്ല അത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹദീസ് നോക്കിയാൽ പോരെ. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക. ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുക. ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയതാണെങ്കിൽ പിന്നെ അതിനെ അന്വേഷിക്കാൻ നിൽക്കണം. അതിനോട് ചിന്തിച്ച ചില ആൾ എന്താ ഇപ്പൊ ഖുർആൻ ഇറങ്ങിയ രാത്രി പറഞ്ഞ ജിബ്രീൽ വന്നു പോയില്ലേ, ഖുർആൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി രാത്രി ഉണ്ടോ, എന്നിട്ട് ഇങ്ങനെ അതിന് കെട്ടിച്ചിട്ട് പള്ളി കുത്തിരിക്കുക. ഹദീസ് നിഷേധികൾക്ക് അങ്ങനെ പറയാം, പക്ഷെ ഹദീസുള്ളവർക്ക് പറയാൻ പറ്റൂല. ഇൽതമിസുഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്. വൽതമിസുഹ ഫീ കുല്ലി വിത്രിൻ, എല്ലാ ഒറ്റയിട്ട രാവിലും നിങ്ങൾ അതിനെ അന്വേഷിക്കണം എന്ന്. ഇവിടെയും ഒരു സംശയമുണ്ട്. ഒറ്റയിട്ട രാവ് എന്ന് പറയുമ്പോ എല്ലപ്പോഴും ഒറ്റയിട്ട രാവന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇരട്ട രാവിലും വരാം. കണ്ടോ പുതിയ ദർശനുണ്ടോ? ഇരട്ടയിട്ട രാവിലെ വരാന്ന് ഞാൻ പറഞ്ഞല്ല കൂട്ടരെ, ഹദീസിൽ തന്നെ വ്യക്തമായി വന്നിട്ടുള്ള സംഗതിയാണത്. ഈ വിഷയത്തില് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസില് അങ്ങനെ തന്നെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുന്ന ഒരു അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവിലെ 10 ഇത്തികാഫിരുന്നു. കാരണം നബിക്ക് അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയിക്കപ്പെടുന്നതിന് മുമ്പ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നടുവിലെ 10 ഇത്തികാഫിരുന്നു. അങ്ങനെ നടുവിലെ 10 അവസാനിച്ചപ്പോ നബി ടെന്റ് പൊളിക്കാൻ പറഞ്ഞു. നബി ഇത്തികാഫിരിക്കാൻ ഒരു പ്രത്യേക കൂടാരം കെട്ടിയിട്ട പള്ളിയിൽ, കാരണം ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ നകർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടാരം പൊളിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന് അറിവ് കിട്ടി അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ. ഫഅമറ ബിൽ ബിനാഇ ഫഉഈദ, അപ്പോൾ നബി രണ്ടാമതും ടെന്റ് കെട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രണ്ടാമതും ടെന്റ് കെട്ടി. തുമ്മ ഖറജ അലന്നാസ്, പിന്നെ ജനങ്ങളുടെ അടുക്കലേക്ക് നബി വന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നഹാ കാനത് ഉബീനത് ലി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് എനിക്ക് വ്യക്തമാക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. വൈന്നി ഖറജതു ലിയുഖ്ബിറകും ബിഹാ, ആ വിവരം നിങ്ങളോട് പറയാനായി ഞാൻ പുറപ്പെട്ടു വന്നു. ഫജാഅ റജുലാനി യഹ്തഖാനി, അപ്പൊ എന്റെ മുമ്പിൽ 2 ആളുകൾ തമ്മിൽ ഭയങ്കര വഴക്ക്. മഅഹുമ ശൈത്താൻ, 2 ആളെ കൂടിയും പിശാചാണുള്ളത്. പരസ്പരം വഴക്കടിക്കുന്ന കൂടെ ആരാ ഉണ്ടാകുക? ശൈത്താനുള്ളത്. ഫനുസീതുഹ, അപ്പോൾ എനിക്കത് മറപ്പിക്കപ്പെട്ടു. ഞാൻ ആ വിവരം ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് വ്യക്തമാക്കപ്പെട്ടിട്ട് ഞാനത് പറയാൻ വേണ്ടി വരുമ്പോ 2 ആളുകൾ ചെണ്ട കൂടുന്നത് കണ്ടു. ആ വിവരം എനിക്ക് മറപ്പിക്കപ്പെട്ടു.
ഫൽതമിസുഹാ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അതിനെ അന്വേഷിക്കണം. ഇൽതമിസുഹാ ഫി താസിഅത്തി, 9-ാം രാവിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കണം. വസാബിയത്തി, 7-ാമത്തെ രാവിൽ. വൽ ഖാമിസത്തി, 5-ാമത്തെ രാവിൽ. ഖാല ഖുൽതു യാ അബാ സഈദ്. ഇത് കേട്ടപ്പോൾ റാവി, ഈ സഹാബിയിൽ നിന്ന് കേട്ട റിപ്പോർട്ടർ ചോദിച്ചു, യാ അബാ സഈദ് ഇന്നകും അഅലമു ബിൽ അദദി മിന്നാ. അബൂ സഈദ്, നിങ്ങളാണല്ലോ എണ്ണത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എണ്ണ എന്താണെന്ന് ഞങ്ങളെക്കാൾ അറിയുന്നവർ നിങ്ങളാണല്ലോ. ഖാല അജൽ, സഹാബി പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ്. നഹ്നു അഹഖു ബിദാലിക മിൻകും, നിങ്ങളെക്കാളേറെ ആ പറഞ്ഞ എണ്ണ എന്താന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ അർഹർ ഞങ്ങൾ തന്നെ. റസൂലുള്ളാഹിന്റെ തിരുനാമത്തെ നേരിട്ട് കേട്ടോളൂ ഞങ്ങളാണല്ലോ. ഖാല ഖുൽതു വത്താസിഅതു വസ്സാബിയതു വൽ ഖാമിസ, എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേരി 9-ാം രാവ്, 7-ാം രാവ്, 5-ാം രാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഖാല, സഹാബി പറഞ്ഞെടുത്തു, ഇദാ മലതു വാഹിദത്തും വഇശ്റൂന ഫല്ലതി തലിഹാ സിന്തൈനി വഇശ്രീൻ. കണ്ടോ, 21 രാവ് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന 22-ാമത്തെ രാവ്, വഹിയ താസിഅ, അതാണ് 9-ാം രാവ്. അപ്പൊ എങ്ങനെ കിട്ടി? അപ്പൊ കഴിഞ്ഞത് കൂട്ടിയിട്ടാണ് 21, 23, 25 ഒറ്റ കൂട്ടുന്നത്. വരാനിരിക്കണ ബാക്കി കൂട്ടിയാലോ 30 തേച്ച്, റമളാൻ 30 ഉണ്ടെങ്കിൽ 30, 29, 28, 27, 26, 25, 24, 23, 22. 9-ാം രാവ് ഏതാ? 22ആണ്. അത് ഒറ്റ രാവ അല്ല. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, ഫൈദാ മലതു സലാത്തും വഇശ്റൂന ഫല്ലതി തലിഹാ അസ്സാബിഅ. 23 രാവ് കഴിഞ്ഞു, അതിനെ തുടർന്ന് വരുന്നതാണ് 7-ാം രാവ്. 7-ാം രാവ് എങ്ങനെ? 24-ാമത്തെ രാവ്. 24-ാം രാവ് മേപ്പിട്ട് കുട്ടിയൊക്കെയാണ് 25, 26, 27, 28, 29, 30. 7-ാമത്തെ രാവല്ലേ വരിക. അപ്പൊ 7-ാമത്തെ രാവ് 24 കൂട്ടിയ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് 24-ാം രാവാണ് 7-ാം രാവ്. അപ്പൊ ബാക്കിയുള്ളതാണ്. ഇത് ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ. നബി പറയാണ്, ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇൽതമിസുഹാ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ ലൈലത്തുൽ ഖദ്ർ ഫീ താസിഅത്തിൻ തബ്ഖാ. ബാക്കിയുള്ള 9-ാമത്തെ രാവിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കണം. ഫീ സാബിഅത്തിൻ തബ്ഖാ, അവശേഷിക്കുന്ന 7-ാം രാവിൽ അന്വേഷിക്കണം. ഫീ ഖാമിസത്തിൻ തബ്ഖാ, ബാക്കിയുള്ള 5-ാം രാവിൽ അതിനെ അന്വേഷിക്കണം. 5-ാം രാവ് എപ്പോഴാ? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കണം, ഫൈദാ മലാ 25, 25 രാവ് കഴിഞ്ഞാൽ ഫല്ലതി തലിഹാ അൽ ഖാമിസ, തുടർന്ന് വരുന്ന 26-ാമത്തെ രാവാണ് എന്ത്? 5-ാം രാവ്. കണ്ടോ, ഇത് ഇമാം മുസ്ലിം 1167 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഫീ ഖാസിഅത്തിൻ തബ്ഖാ ഖാമിസത്തിൻ തബ്ഖാ എന്ന് പറഞ്ഞത് ബുഖാരി 2021 ഹദീസാണ്. അപ്പൊ 30 തികച്ചുണ്ടാകുമ്പോ ബാക്കിയുള്ള ദിവസങ്ങളെ പരിഗണിച്ചാൽ ഇരട്ട രാവിലും വരാം. അപ്പൊ എന്തുകൊണ്ട് അവസാനത്തെ 10 മുഴുവൻ, ചില ആളിന് 21 വരും. ഇന്നലെ ഇന്നലെ ക്ഷീണം, എന്താ അത് ഇരട്ടല്ലേ, സാരില്ല. പിന്നെ പിറ്റേന്നുണ്ടാവും, പിന്നെ പിറ്റേന്ന് മുങ്ങും. അങ്ങനെ മുങ്ങിയും പൊങ്ങിയും കളിക്കണ്ട, 10 മുഴുവൻ അങ്ങെടുത്തോ. അല്ലാഹുവിന്റെ റസൂല് 10 ദിവസവും ഇത്തികാഫ് ഇരുന്നത് ഇത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ധാരണ നമ്മൾ തിരുത്താൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയൊരു ധാരണ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകും, അതുകൊണ്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ ആ കഴിഞ്ഞു പോയ ഒരു രാത്രിയെ ഒന്ന് അനുസ്മരിക്കാൻ മാത്രമാണോ നബിയും സഹാബത്തും ഇത്ര കഷ്ടപ്പെട്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 ദിവസം നബിയുടെ പതിവെന്താ? ശദ്ദമീസറഹു, അവിടുന്ന് അരയുടുപ്പ് മുറുക്കി കൊടുക്കും. അരയുടുപ്പ് മുറുക്കി കൊടുക്കാറുന്ന അർത്ഥം എന്താ? പണ്ഡിതന്മാര് പറഞ്ഞു, ഇത്തസൽ നിസാ, ഭാര്യമാരെ പറ്റൊഴിവാക്കും, അരയിന്ന് മുണ്ടയിക്കൂല എന്നതിന്റെ അർത്ഥം. പച്ചക്ക് അതിന്റെ ഹക്കീക്കി അർത്ഥം അതാണ്. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞു മജാസിയായിട്ട്, അത് അൽ ജദ്ദു ഫിൽ ഇബാദ, ഇബാദത്തിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു രണ്ടും ഉദ്ദേശമാണ്. 10 ദിവസം ഭാര്യമാരായിട്ട് ഒരു ബന്ധമല്ല, കാരണം പള്ളിയിൽ ഈത്തിക്കാഫാണ്. ഭാര്യമായിട്ട് ബന്ധപ്പെട്ട ഈത്തിക്കാഫ് ബാത്തിലാവും. മനസ്സിലായില്ലേ? അപ്പോ ഭാര്യാഭർത്തൃബന്ധം പാടെ ഉപേക്ഷിച്ച് അഹ്യാലൈലഹു, രാത്രിയെ സജീവമാക്കും ഇബാദത്തുകൾ കൊണ്ട്. രാത്രി കൂടുതൽ സമയം ഉറക്കമൊഴിച്ചിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യും. കണ്ടോ? അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, സഹാബത്തിന്റെ പതിവ് അതാണ്. വൈഖലാഹിലഹു,
ഭാര്യ കൂർക്കം വലിച്ചിറങ്ങുകയാണെങ്കിൽ എണീക്കടി, അവസാനത്തെ പത്തൽ എന്ത് കടത്താത്, ഇത് പോയഞ്ഞ് കിട്ടുമോ എന്ന് പറഞ്ഞ് കുടുംബക്കാരെ വിളിച്ചുണർത്തും. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. ഇത്ര കഷ്ടപ്പെട്ടത് ഒരു വാർഷിക ദിനത്തെ അനുസ്മരണത്തിന് വേണ്ടിയായിരുന്നോ? ഒരിക്കലുമല്ല. മഹത്വമേറിയ ഒരു രാത്രി, പണ്ടേ ഉള്ള ഒരു രാത്രി, അന്ന് ഇബാദത്ത് ഒത്തുവന്നാൽ മൻഖാമ ലൈലത്തുൽ ഖദ്രി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബൻ, വിശ്വാസത്താലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ഒറ്റയാവാ ഇരട്ടയാവാ 10 ദിവസം നിസ്കരിക്കുക, ഞാൻ രാത്രി നിസ്കാരം ഒഴിവാക്കാതിരിക്കുക. ചില ആളുകൾക്ക് പല പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറയും, പക്ഷെ കഴിയുന്നതും നമ്മളത് ഒഴിവാക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പിന്നെ സുഹൃത്തുക്കളെ, ഇനി തിരുത്തേണ്ട മറ്റൊരു ധാരണ, നമ്മുടെ ചില ആളുകളൊക്കെ തറാവീഹിന്റെ ജമാഅത്ത് അത്താഴ സമയത്തല്ലേ ഉത്തമം എന്ന് ചോദിക്കും. കാരണം അവസാനത്തെ 10 പ്രത്യേകിച്ചും 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് എല്ലാവരും വന്നിട്ട് നിസ്കരിക്കും. ഇന്ന് ഞാൻ പോരുമ്പോൾ ഒരു കുട്ടി കാറിൽ നിന്ന് ചോദിച്ചു, ഉസ്താദെ അതാണ് വലിയ പോരിശാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എനിക്കാച്ച നിൽക്കാനും കഴിയണ്ട, ഉറങ്ങി തൂങ്ങിയിട്ട് വയ്യ. ഞാൻ പറഞ്ഞു പോണ്ട, അങ്ങനെ ഉറങ്ങി തൂങ്ങുകയാണെങ്കിൽ പോണ്ട. മാത്രല്ല അത് ചെയ്യുന്നത് തെറ്റായ കാര്യമൊന്നല്ല, നല്ല സമയം സുബൈന്റെ തൊട്ടുമുമ്പുള്ള സമയമാണ്. പക്ഷേ തറാവീഹിന്റെ ഉത്തമ സമയം അതായിട്ടും നമ്മളത് ഒഴിവാക്കി ഒരു പുതിയ ആചാരം നമ്മൾ തുടങ്ങിയ മാതിരിയാണ്. പണ്ടേ ആലപ്പുഴ എന്നൊരു നോട്ടീസ് ഇറങ്ങലുണ്ട്. ആലപ്പുഴ ഒരു പള്ളിയില് പണ്ട് മുതൽക്കേ തറാവീഹ് അത്താഴ സമയത്താണ്. ആയിക്കോട്ടെ, ഓൽക്ക് എല്ലാവർക്കും അങ്ങനെ കയ്യൊങ്ങി ചെയ്തോട്ടെ. പക്ഷെ അതേ തറാവീഹ് ഉള്ളൂ എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയാലോ? അത് ശരിയല്ല. കാരണം എന്താ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് 3 ദിവസം നിസ്കരിച്ചു, പിന്നെ നിർത്തിവെച്ചു. കാരണം എന്താ? നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയം കാരണം നബി നിർത്തിവെച്ചു. പിന്നെ ഒറ്റയും തട്ടിയായിട്ട് ചെറിയ ചെറിയ ജമാഅത്തായി പള്ളികൾ ഓരോരോ ജമാഅത്തുകളായിട്ട് നടന്നു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം കൂടി ഒരു ഇമാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ബുഖാരിയിലെ 2010 നമ്പർ ഹദീസാണ്, അല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി എന്ന റിവായത്തിൽ ഖറജതു ഉമർ ഇബ്നുൽ ഖത്താബ് ലൈലത്തുൻ ഫി റമളാൻ, ഉമർ ഖത്താബിന്റെ കൂടെ രാത്രി ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ യുസല്ലി റജുൽ നഫ്സി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു, വൈസല്ലി റജുൽ ഫൈസാലി സ്വലാത്തി ഹിറത്ത്, വേറൊരാൾ കുറച്ചാളും കൂടി ജമാഅത്തായി നിസ്കരിക്കുന്നു. ഇങ്ങനെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ലൗ ജമാഅത്തു ഹൗലാഇ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസൽ, ഇവരെല്ലാരെയും കൂടി ഒരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയാൽ നന്നായിരിക്കുമല്ലോ. തുമ്മ അസമ, പിന്നെ അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തു, ഖലീഫയാണല്ലോ. ഫജമഅഹും അലാ ഉബയ്യ് ഇബ്നു കഅബിൻ, ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിൽ അവരെല്ലാരും കൂടി ഒറ്റ ജമാഅത്താക്കി. തുമ്മ ഖറജതു മഅഹു ലൈലത്തുൻ ഉഖ്റാ, മറ്റൊരിക്കൽ പിന്നീട് ഞാൻ ഉമർ ഖത്താബിന്റെ ഒപ്പം പോയി. അപ്പോൾ അദ്ദേഹം ജനങ്ങൾ വന്നാസു യുസല്ലൂന ബിസ്സലാത്തി ഖാരിഇഹിം, ഉബയ്യ് ഇബ്നു കഅബിന്റെ പിന്നിൽ ജനങ്ങളൊക്കെ അങ്ങനെ നിസ്കരിക്കുകയാണ്. ഖാല ഉമർ നിഅമൽ ബിദ്അത്തു ഹാദിഹി, ഇതെന്ത് നല്ല പുതുമയുള്ള കാര്യം, ഇതെത്ര നല്ല കാര്യം, ഞാൻ ഈ ചെയ്തത് എത്ര നന്നായി. ഇതിങ്ങനെ അവിടെ ഒരു ജമാഅത്ത്, ഇവിടെ ഒരു ജമാഅത്ത്, അവിടെ ഒറ്റക്ക്, ഇവിടെ ഒറ്റക്ക്, അതൊക്കെ ഒന്നിച്ചൊരു ജമാഅത്തൊക്കെ എത്ര നന്നായി എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലത്തി യനാമൂന അൻഹാ അഫ്ളലു മിനല്ലത്തി യഖൂമൂൻ, ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉറങ്ങി എണീറ്റ് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. യുരീദു ആഖിറൽ ലൈൽ, അദ്ദേഹം ഉദ്ദേശിച്ചത് രാത്രിയുടെ അവസാനമാണ്. വകാനന്നാസു യഖൂമൂന അവ്വലഹു, ജനങ്ങൾ നിസ്കരിച്ചിരുന്നത് ഇശാന്റെ സമയത്ത് തൊട്ട് പറയുകയാണ്. അപ്പൊ സഹാബികള് തറാവി ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചപ്പോ എപ്പോഴാണ് നിസ്കരിച്ചത്? ഇശാന്റെ ശേഷം. ഇന്ന് അധികം ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റിയ സമയം അതാണ്. പക്ഷെ അതേ സമയത്ത് ഉമർ ഖത്താബ് പതിവായിട്ട് അതിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ഒറ്റക്ക് വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അവസാന സമയത്ത് നിസ്കരിക്കണം. അപ്പൊ ഒരാൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമുള്ള കാര്യമല്ല. അതാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം അഹ്മദിനോട് ചോദിച്ചു, യുഅഖറുൽ ഖിയാം യഅനി തറാവി ഇലാ ആഖിരിൽ ലൈൽ, നമ്മൾ ഈ തറാവി നിസ്കാരം രാത്രിയുടെ അവസാന സമയത്തേക്ക് അങ്ങോട്ട് പിന്തിച്ചാലോ? അദ്ദേഹം പറഞ്ഞു, ലാ, പറ്റൂല. സുന്നത്തുൽ മുസ്ലിമീന അഹബ്ബു ഇലയ്യ, മുസ്ലിമീങ്ങളുടെ ചര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റവാഹു അബൂ ദാവൂദ് ഫി മസായിലിഹി. കണ്ടോ? അപ്പൊ തറാവി ഫുള്ള് നിർത്തിവെച്ചിട്ട് എല്ലാരും 3:30 വരണം എന്ന് പറഞ്ഞ് ഒരു ഏർപ്പാട് പറ്റൂല. തറാവി നടക്കുന്ന സമയത്ത് നടന്നോട്ടെ, ആർക്കെങ്കിലും കുറച്ച് ആളുകൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയെങ്കിൽ അവരങ്ങനെ നിസ്കരിച്ചോട്ടെ എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. മാത്രമല്ല ഫത്ഹുൽ ബാരിയിൽ വിവരിക്കുകയാണ്, വന്നാസ് യുസല്ലൂന ഫി സലാത്തി ഖാരിഇഹിം,
ജനങ്ങൾ അവരെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയായിരുന്നു ഞാൻ ഉമറിന്റെ കൂടെ ചെന്നപ്പോൾ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഫതുൽ ബാരി പറയാണ് ഐ ഇമാമഹുൽ മദ്കൂർ, നേരത്തെ പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബാണ് ഇവിടെ ഉദ്ദേശം. വഫീഹി ഇശ്ആറുൻ, ആ പ്രസ്താവനയിൽ അറിയിക്കലുണ്ട് ബി അന്ന ഉമർ കാന ലാ യുവാലിബു അല സ്വലാത്തി മഅഹും, ഉമർ ഖത്താബ് പതിവായി ഇവരുടെ കൂടെ നമസ്കരിച്ചിരുന്നില്ല എന്നത് അറിയിക്കുന്നുണ്ട്. വകഅന്നഹു കാന യറാ അന്ന സ്വലാത്ത ഫീ ബൈതിഹി വലാ സിയമാ ഫീ ആഖിറിൽ ലൈലി അഫ്ളൽ, തന്റെ വീട്ടിൽ വെച്ച് പ്രത്യേകിച്ചും അവസാന സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഉത്തമമെന്ന് അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എന്നും ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ രാത്രിയുടെ ആദ്യത്തിൽ ഇശാന്റെ ശേഷം നിസ്കരിക്കുന്നതിനേക്കാൾ തനിക്ക് ഏറ്റവും ഇഷ്ടം അത് ആ സമയത്ത് നിസ്കരിക്കലാണ് എന്നാണ് ഉമർ ഖത്താബിന്റെ അഭിപ്രായമുണ്ടായിരുന്നത്. ഇനി ഉറങ്ങലാണ്, ഇപ്പൊ പോയിട്ട് ഉറങ്ങലാണ് ഏറ്റവും നല്ലതെന്ന് ഉമർ ഖത്താബ് പറഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ എണീറ്റ് നിസ്കരിക്കുക. അതിനെ സംബന്ധിച്ച് ഫതുൽ ബാരി പറയാണ് ഹാദാ തസ്രീഹും മിൻഹു ബിഅന്ന സ്വലാത്ത ഫീ ആഖിറിൽ ലൈലി മിൻ അവ്വലിഹി ലാകിൻ ലൈസ ഫീ അന്ന സ്വലാത്ത ഫീ ഖിയാമിൽ ലൈലി ഫുറാദാ അഫ്ദലു മിൻ അത്തജ്മീഅ. സമയം അതാണ് ഉത്തമം എന്ന് ഈ വാക്കിൽ വ്യക്തമാക്കലുണ്ട്. പക്ഷേ ഒറ്റക്ക് നിസ്കരിക്കലാണ് ജമാഅത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് ഇതൊന്നും കിട്ടൂല. അപ്പൊ ഉമർ ഖത്താബ് ഒറ്റക്ക് നിസ്കരിക്കണത് അതിനേക്കാളും ശ്രേഷ്ഠം ഈ ജമാഅത്തിൽ പങ്കെടുക്കലാണ് എന്നുണ്ട്. അതിന് ഉമർ ഖത്താബിന്റെ വാക്ക് എതിരല്ല. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഖിയാം റമളാൻ എന്ന പുസ്തകത്തിൽ പറയാണ് വൈദാ ദാറൽ അംറു ബൈന സ്വലാത്തി അവ്വലൽ ലൈലി മഅൽ ജമാഅ وبين الصلاة آخر الليل منفردا فالصلاة مع الجماعة أفضل لأنه يحسب له قيام ليلة تامة. തറാവീഹിന്റെ ഇശാന്റെ ശേഷം വലിയ ജമാഅത്ത് നടക്കുന്നുണ്ട്. പിന്നെയോ രാത്രി എണീറ്റിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കലുമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? ഈ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ്. അവസാന സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കണേക്കാൾ നല്ലത്. കാരണം ഇമാമോട് കൂടി നിസ്കരിച്ച് ഇമാമോട് കൂടി രാത്രി നിസ്കാരം പൂർത്തിയാക്കിയാൽ ഒരു പൂർണ്ണമായ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും, അങ്ങനെ കണക്കാക്കപ്പെടും എന്നുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ അത് വലിയ ഉത്തരം കിട്ടുന്ന സമയമാണെങ്കിലും ഈ കൂലി അയാൾക്ക് കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പൊ തറാവീഹിന്റെ ജമാഅത്ത് നബിയുടെ സഹാബികൾ സംഘടിപ്പിച്ചത് ഇശാന്റെ ശേഷമായിരുന്നു. അതിനാരും ആക്ഷേപം പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂൽ നിർത്തിവെച്ച് എന്തിനാ ഉമറെ നീ തുടങ്ങണെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഈ സമയത്തല്ലേ നമ്മൾ ആ സമയത്തല്ലേ നിർവഹിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൗകര്യം പോലെ ആളുകൾക്ക് ഈ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ പങ്കെടുക്കാം, ഒറ്റക്ക് നിസ്കരിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം. പിന്നെ കുറച്ച് നിസ്കരിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി നിസ്കരിച്ചാലോ അവർക്ക് ഈ കൂലി കിട്ടൂല. ഇമാമിന്റെ ഒപ്പം തുടങ്ങി ഇമാമിന്റെ ഒപ്പം അവസാനിപ്പിക്കുക എന്നുള്ള കൂലി, അതെന്താ കൂലി? ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അത് ഇവർക്ക് കിട്ടൂല എന്നുള്ളൂ. പക്ഷെ പിരിഞ്ഞു പോകാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഒരു 4 റക്അത്ത് കഴിഞ്ഞപ്പോ വയറ്റുന്നൊരു ജാതി കളള ഒന്ന് പോണം തോന്നി, അല്ലെങ്കിൽ ഒരു തൂക്കം വന്ന് ഉറക്കം വന്ന് പോയിക്കൂടെ? പോകാം. അല്ലാതെ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ പിടിച്ചു നിൽക്കുക അല്ല, പോണം. അയാൾ പിരിഞ്ഞു പോണം. അയാൾക്ക് ആ രാത്രി മുഴുവൻ നിസ്കരിച്ച് കൂലി കിട്ടൂല എന്നുള്ളൂ. അയാൾ ബാക്കി പിന്നെ നിസ്കരിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ആൾ തറാവി നിസ്കരിച്ചാതെ പോകാണെങ്കിൽ ഓനെ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ നോക്കൊന്നും വേണ്ട. ആളുകൾ ഇപ്പൊ ഫർദിനേക്കാളും പ്രാധാന്യം തറാവീന്. ഏശാ ജമാഅത്തിന് എത്തൂല, തറാവീന് പോഞ്ഞു വരും. ളുഹ്റും അസറും മഗ്‌രിബും ഒന്നും ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഇശയും കൂടി ഇല്ല. കണ്ടോ? അപ്പൊ ആളുകളെ ധാരണത് ഫർദിനേക്കാളും വലിയ കാര്യപ്പെട്ടതാ. മാത്രല്ല റമദാൻ മാസം കഴിഞ്ഞ ശവ്വാൽ മാസം കഴിഞ്ഞ ഡിം, പിന്നെ അടുത്ത റമദാന്റെ മൂപ്പരെ നിസ്കരിക്കുള്ളൂ. അങ്ങനത്തെ നിസ്കാരം അത് അല്ല. രാത്രി നിസ്കാരം എല്ലാ കാലത്തും 360 ദിവസം ഉള്ളതാ. പക്ഷെ ഇമാമോട് കൂടി ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ സുന്നത്തുള്ളത് റമദാനിൽ മാത്രമുള്ളൂ. അല്ലാത്ത കാലത്തൊക്കെ വീട്ടിൽ വെച്ച് ഞാനും ഭാര്യയും നിസ്കരിക്കാം, എന്റെ ഭാര്യയും മക്കളായിട്ട് എനിക്ക് നിസ്കരിക്കാം, ഒറ്റക്കും നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. അത് രാവിലെ ആദ്യത്തിലും നിസ്കരിക്കാം, നടുവിലും നിസ്കരിക്കാം, അവസാനം നിസ്കരിക്കാം. മിൻ കുല്ലിൽ ലൈലി ഔത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലഹു വഔസതഹു വആഖിറഹു. അള്ളാഹുവിന്റെ റസൂൽ രാത്രിയുടെ ആദ്യത്തിലും വിത്രാക്കിയിട്ടുണ്ട്, നടുവിലും വിത്രാക്കിയിട്ടുണ്ട്, അവസാനം വിത്രാക്കിയിട്ടുണ്ട്. നബിയെ ഉറങ്ങിയ പിന്നെ എനിക്ക് എണീക്കാൻ കഴിയൂല എന്നാ എന്റെ ബേജാറ്. ഞാൻ എന്താ ചെയ്യാ? നീ ഏഷ നിസ്കരിച്ച് കിടക്കുമ്പോ നിസ്കരിച്ച് കിടന്നോ, വിത്ത് നിസ്കരിച്ച് കിടന്നോ, നബി അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാ. അതൊക്കെ അള്ളാഹും റസൂലും വിശാലാക്കിയതിന് നമ്മൾ കുടുസാക്കാൻ പോണ്ട. എല്ലാ കാര്യവും ഉള്ളതാണ്. അല്ലാതെ ശവ്വാലൊന്ന് മാസം കണ്ടാ പിന്നെ നിർത്തി അടുത്ത റമദാന് തുടങ്ങേണ്ടതല്ല. ഇത് ജമാഅത്തായിട്ട് ഇമാമോട് കൂടി ദീർഘമായി നിസ്കരിക്കൽ ഈ റമദാനിലുള്ളൂ. അത് കഴിഞ്ഞാലും ഒരു 3ഓ 5ഓ ഒക്കെ എല്ലാവരും നിലനിർത്തണം. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ.
രാത്രിയിൽ സുജൂദ് ചെയ്തൊന്നും നമസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സജദയിൽ കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച സുബൈക്ക് ഓതണേ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങൾ കിടപ്പ് സ്ഥാനങ്ങൾ വിട്ടകലുന്നതാണ്. തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ച് നിസ്കരിക്കും അവര്. കണ്ടോ? ഖൗഫൻ വതമഅ, പടച്ചവന്റെ കൂലിയിലുള്ള പ്രതീക്ഷയും പടച്ചവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും കാരണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് ഉദാരമായി നൽകിയതിൽ നിന്നും അവർ നല്ലവണ്ണം ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിവരിക്കുന്ന ആയത്തുകളാണ്. അതൊരിക്കലും ദുർബലാവൂല, ദുർബലപ്പെടുത്ത ആയത്തിൽ ഇത് കൊടുവില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ സഹാബത്തൊക്കെ എല്ലാ കാലം നിർവഹിച്ച ഒരു നിസ്കാരാണിത്. അതുകൊണ്ടാണല്ലോ 11ന്റെ ഹദീസ് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയല് അത് വിത്രിനെ പറ്റിയാണ്. മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി, റമളാനിലും അല്ലാത്ത കാലത്തും റസൂൽ വർദ്ധിപ്പിച്ചിരുന്നില്ല. കണ്ടോ, അല്ലാത്ത കാലത്തും എന്നാ തറാവി അല്ലാന്ന് മനസ്സിലായില്ലേ? റമളാൻ അല്ലാത്ത കാലത്ത് തറാവി ഉണ്ടോ എന്ന് ചോദിക്കും. സലാത്തു തറാവി എന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കണത് തന്നെ. അപ്പൊ റമളാൻ അല്ലാത്ത കാലത്തും ഈ നിസ്കാരമുണ്ട്. അതിന് വിത്ർ എന്ന് പറയും, ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട്. ഉറങ്ങി എണീറ്റ് നിസ്കരിച്ചാൽ തഹജ്ജുദ് എന്ന് പറയും. രാത്രി നിസ്കാരം എന്നാൽ ഖിയാമുൽ ലൈൽ എന്ന് പറയും. റമളാനിലെ രാത്രി നിസ്കാരം എന്നാൽ ഖിയാമു റമളാൻ എന്ന് പറയും. പിൽക്കാലത്ത് ദീർഘമായി നിസ്കരിച്ചിട്ട് നിന്ന് കുഴങ്ങുമ്പോ വടിയിൽ ഇങ്ങനെ ഊന്നി നിൽക്കുന്ന ആള്, അത്ര ദീർഘമായി സഹാബത്ത് നിസ്കരിച്ചപ്പോ ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴൊന്ന് വിശ്രമിക്കും. അതുകൊണ്ട് വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവി എന്ന പേര് പിൽക്കാലത്ത് പ്രചാരത്തിൽ വന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ വിശ്രമിക്കാൻ മാത്രമൊന്നും നിസ്കരിക്കണില്ല. 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നിസ്കരിക്കുക. ഓര്യപ്പെട്ടിട്ട് ബീഹാരിനൊക്കെ വിളിച്ചോണ്ടിരും. പക്ഷേ 1 മണിക്കൂറിൽ 1:05 ഭയങ്കര ബഹളായിരിക്കും. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, അയാൾ കിടന്നുറങ്ങല്ലേ, നമുക്കിവിടെ ചോദിക്കണ്ടേ, എന്തെല്ലാം ബഹളായിരിക്കും അറിയും. അള്ളാഹിന്റെ റസൂലും സഹാബത്തും നിസ്കരിച്ചത് എത്ര? നിങ്ങളൊന്ന് എടുത്തു നോക്കാണ്. ഈ സൂറത്ത് മുസമ്മിലിന്റെ അവസാനം, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ തുലുസയിൽ ലൈലി വനിസ്ഫഹു വതുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക. നിന്റെ റബ്ബ് അറിയുന്നുണ്ട്, പരസ്യമായി മനസ്സിലാക്കുന്നുണ്ട്. നീ നമസ്കരിക്കുന്നു, നിന്റെ കൂടെ ഒരു കൂട്ടരും സഹാബികൾപ്പെട്ട വിഭാഗവും നബിയെ നിങ്ങളെ കൂടെ നമസ്കരിക്കുന്നുണ്ട്. അദ്നാ മിൻ തുലുസയിൽ ലൈലി, രാത്രിയുടെ 2/3 സമയം. 2/3 പറഞ്ഞ എത്ര? 12 മണിക്കൂർ കൂട്ടെ ശരാശരി. അതിന് 3 ആക്കിയ 1-ന് 4 മണിക്കൂർ. 3 4 12. അപ്പൊ 2/3 പറയുമ്പോ 8 മണിക്കൂറോടടുത്ത്. സുബ്ഹാനല്ലാഹ്. അദിനാമിൻ സുലുസൈ വനിസ്ബഹു, അല്ലെങ്കിൽ പകുതി, അപ്പൊ 6 മണിക്കൂർ. വനിസ്ബഹു വസുലുസഹു, അല്ലെങ്കിൽ 1/3, അപ്പൊ 4 മണിക്കൂർ. അപ്പൊ 4, 6, 8 ഇതൊക്കെ സഹാബത്ത് നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് അന്ന് പറഞ്ഞതാണ് എന്ത്? ഇത്ര ദീർഘമായിട്ട് നിങ്ങൾ നിസ്കരിക്കണ്ട. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, സൗകര്യപ്പെട്ട തോതി നിസ്കരിച്ചാൽ മതി. ആ ആയത്തില്ലെങ്കിൽ നമ്മളൊക്കെ സ്ഥിതി 4, 8 മണിക്കൂർ നിസ്കരിക്കേണ്ടിയിരുന്നു. അള്ളാഹ് ഇളവ് നൽകിയതാ.